ഹായ്. ആരിഫ് ഹുസൈൻ യൂറോപ്പിൽ പോയി ഊക്ക് വാങ്ങിയ കഥയാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ്റെ ഒരുപാട് കള്ളത്തരങ്ങളിൽ ഒരു വലിയ വമ്പൻ കള്ളത്തരമാണ് അവിടെ പൊളിച്ച് അടുക്കുന്നത്. അവിടെ ചുണക്കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെ നിന്നല്ല, ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉണ്ട്. ഐ മീൻ, ഇന്ത്യ കേരളം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത് നോർത്ത് സൈഡിൽ പോയാലും ഉണ്ട്. പ്രത്യേകിച്ച് ലക്നൗ സൈഡിൽ പോയാൽ ഇവൻ ശരിക്ക് കേൾക്കും. ഇവൻ്റെ ഒരു വിചാരം എന്തെന്നറിയാമോ? പബ്ലിക്കിൽ ഇറങ്ങിയവ അടി വാങ്ങിക്കും എന്നുള്ളതാണ്. അല്ല, മുസ്ലിംസ് അങ്ങനെ അടിക്കാനൊന്നും പോകത്തില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അവർ സംസാരിക്കും. ഇവന്റെ കോയ കാളിങ്ങിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്റെ കമന്റ് താഴെ വരും, നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ കോയ കാളിങ്ങിലേക്ക് വിളിക്കൂ എന്ന് പറയും. കോയ കാളിങ്ങിലേക്ക് വിളിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ എന്നോട് സംസാരിക്കാൻ അവൻ അനുവദിക്കത്തില്ല. അവന്റെ ഒപ്പം ജനൻ ടി വിയിൽ പോയിരുന്ന് ഡിബേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ വിളിക്കില്ല. കാരണം അവൻ പൊളിഞ്ഞ് പാളീസായി അടുങ്ങി തീർന്നത് ഞാൻ കാണിച്ചു തരാം. ഖുറാനികപരമായ കാഴ്ചപ്പാടുകൾ എന്താണ് എന്നും ഖുർആൻ എന്താണെന്നും അറിയാത്ത ഒരു മണ്ടൻ ഖുർആനെ പറ്റി വിശകലനം ചെയ്ത് വിമർശനം നടത്തുന്നു. സെയിം ഇത് നിങ്ങൾ ജാമിദയും വെച്ച് ചെയ്യുന്നുണ്ട്. അവരൊരു ടീച്ചറൊന്നും അല്ല, അത് ഞാൻ കൃത്യമായി എവിഡൻസ് വെച്ച് തെളിയിച്ചതാണ്. ഇവർ രണ്ടുപേരുടെ ലൈഫ് ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ മാത്രം മനസ്സിലാകുന്ന കാര്യമാണ്. വളരെ വേഴ്സ്റ്റ് കണ്ടീഷനുള്ള ലൈഫ് ഹിസ്റ്ററി ലീഡ് ചെയ്യുന്ന രണ്ട് വ്യക്തികൾ അവരുടെ ലൈഫിൽ കിട്ടാനുള്ള ബെനിഫിറ്റ് അത് സംഘികളെ പറ്റിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വെറും മണ്ടത്തരം മാത്രമാണ് ഇവർ ഈ കാണിക്കുന്ന ഹിപ്പോക്രിത്തരം. അപ്പം യൂറോപ്പിൽ ഇവൻ പിടിപെട്ട ഒരു രീതി, ഇവൻ ആദ്യം പറയുന്നത് ഖുർആൻ എങ്ങനെ റെസിറ്റ് ചെയ്യും, അതെങ്ങനെ പറയുമെന്ന് അയാളോട് ചോദിക്കുന്നു. ഇയാളും തമ്മിലൊരു ഡിബേറ്റ് വരുന്നു. അയാളെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇവൻ കിടന്ന് വെപ്രാളപ്പെടുന്നു. അവൻ്റെ ഒപ്പം ഒരു പറ്റം ആൾക്കാരും കൊണ്ടാണ് അവൻ നടക്കുന്നത്. കോയ കാളിങ് എന്നുള്ള പ്ലക്കാർഡും വെച്ചിട്ട്. കോയ കാളിങ്ങിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. പല മുസ്ലിംസും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം, നിങ്ങൾ അവരെ വിളിക്കാതിരിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കത്തില്ല. പിന്നെ വിളിക്കുന്നത് അവൻ തന്നെ ഏർപ്പാട് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ വിളിച്ചോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾ വിളിക്കാതിരിക്കുക. അപ്പം നിങ്ങൾ വിളിക്കുമ്പോൾ നമുക്ക് അവൻ്റെ ആ കള്ളം പൊളിച്ചു കൊടുക്കാനൊക്കത്തില്ല. നിങ്ങൾക്ക് അവൻ്റെ കൂടെ ഈ രീതിയിൽ കോയ കാളിങ്ങിൽ വിളിച്ചാൽ നിങ്ങളെ അവൻ അനുവദിക്കില്ല സംസാരിക്കാൻ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ മകൻ്റെ അടുത്ത് അവൻ ചോദിക്കുന്നതാണ്, ഇപ്പോൾ ഷിർക്കും ഈ അമ്മയും തമ്മിലുള്ള ഒരു ഇതാണ് അവൻ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഷിർക്ക് ചെയ്യുന്നത്, മതപരമായ വിശ്വാസങ്ങൾക്ക് എഗൻസ്റ്റ് ചെയ്യുന്ന ഷിർക്ക്, അത് ചെയ്യുന്നത് അമ്മയെ ഉപയോഗിക്കുന്നതിനേക്കാൾ ക്രൈമാണ് എന്നുള്ളതാണ് പൊതുവിൽ പണ്ഡിതന്മാർ പറയുന്നത്. അത് തന്നെയാണ് ഖുർആനികപരമായിട്ടുള്ള കാഴ്ചപ്പാട്. അപ്പോൾ ഇവൻ അതിനെ എടുത്തിട്ട് എങ്ങനെ ഇത് വളച്ചൊടിക്കണം എന്നറിയാമോ? ആ വളച്ചൊടിപ്പാണ് ചിരിക്കാനുള്ള സാധനം. അത് അമ്മയെ ഉപയോഗിക്കുന്നതിനെ അനുകൂലിക്കുകയും ഷിർക്ക് അതിനേക്കാൾ ഭീകരമാണെന്ന് പറയുകയും ചെയ്യുകയാണ്. ഷിർക്ക് ചെയ്യുന്നതിൽ തെറ്റുണ്ട്, പക്ഷെ അമ്മയെ ഉപയോഗിക്കാൻ കുഴപ്പമില്ല എന്നാ പറയുന്നതെന്നാ ഇവൻ വരുത്തി തീർക്കുന്നത്. ആക്ച്വലി അതിൻ്റെ ടേംസ് ഇതാണ്. നമ്മളെ ജമ്മത്ത് ഇപ്പം എൻ്റെ മകനോട് ചോദിക്കുകയാണ്, നിനക്ക് എൻ്റെ അമ്മയെ ഉപയോഗിക്കുന്നത് ഓക്കെ ആണോന്ന് ചോദിച്ചാൽ, അവൻ ആരോഗ്യമുണ്ടായെങ്കിൽ, അവൻ്റെ കൈ ചലിക്കുമെങ്കിൽ അവൻ്റെ കഥ തീർത്തിരിക്കുവാൻ. അതിനപ്പുറം കണ്ണുകൾ നിറഞ്ഞൊഴുകും, നെഞ്ച് പെടപടാ പിടയ്ക്കും, തല കുമ്പിടും, വല്ലാത്തൊരു അസഹനീയത വരും. ഇതിപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ പിതാവിൻ്റെ ഒപ്പം എനിക്ക് ഉറങ്ങുന്നത് ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ അതുപോലെ ഒരു കാര്യം കോയ കാളിങ്ങിൽ വിളിക്കുന്നവരടുത്ത് ഇവരങ്ങ് ചോദിക്കുകയായി. ഈ ചോദ്യം കേൾക്കുന്നവരെന്ത് ചെയ്യും? തകരും, മാനസികമായി തകരും. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചോ, അപ്പോൾ ഇതൊക്കെയാണോ സത്യം? എന്താണ് അതിൻ്റെ ടേംസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ടേംസ്. അമ്മയെ ഇങ്ങനെ ഉപയോഗിക്കണമെന്ന് ചിന്തിക്കുക പോലും ചെയ്യത്തില്ല ഒരു മകൻ. അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഭീകരമാണ് ഷിർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീകരത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ടേം അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവനത് അമ്മയെ ഉപയോഗിക്കുന്നത് സൂപ്പറാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയം, അതുകൊണ്ട് എൻ്റെ അമ്മച്ചിയുടെ വയറ് നോക്കി ഞാൻ വെള്ളം ഇറക്കി, ഇതാണ് ഇവൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ തെറ്റുകുറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പം ഞാൻ ആ വീഡിയോ മുഴുക്ക ഞാൻ എൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാം, കണ്ടു നോക്കുക. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഒരു ടേം ഞാനും മോനും കൂടെ ഇരുന്ന് സംസാരിക്കാമെന്നാണ് വെച്ചിട്ടുള്ളത്. ഇസ്ലാം ഇഷ്ടപ്പെടാനുള്ള ഒരു റീസൺ എൻ്റെ മകൻ അത് പഠിച്ചു എന്നുള്ളതാണ്. ഞാൻ ഈ മകൻ്റെ കാര്യം പറയണത്, ഇതിനകത്തുള്ള A to Z കാര്യങ്ങൾ ചോദിച്ചാൽ മകൻ അത് പറയും. ആൻഡ് ഇത് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആരെന്നറിയാമോ? ആരിഫ് ഹുസൈന. ആരിഫ് ഹുസൈനെ ചെവരി ചേർത്ത് വെച്ചിട്ട് അവൻ ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവനതറിയാം. എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ ഷെഫീന ബീവിയുടെ അവൻ കോട്ടി പിടിക്കാം. ഷെഫീന ബീവിയുടെ അവൻ കോട്ടി പിടിക്കില്ല. കോട്ടി പിടിച്ചാൽ എൻ്റെ സൈഡിൽ എൻ്റെ മകനുണ്ടാവും, ഞങ്ങൾ രണ്ടും ചേർന്ന് അവനെ ഡിബേറ്റിന് വിളിക്കും. ആ ഡിബേറ്റിൽ അവൻ വെറും ഊച്ചാളിയാണെന്ന് തെളിയിക്കാനുള്ള സാധനം ഞങ്ങൾ കൊണ്ടുവയ്ക്കും. ആൻഡ് വി ഡു ഹാവ് എവിഡൻസ്. അവനറിയാൻ ഞാനത് പബ്ലിഷ് ചെയ്യുള്ളൂ. അവൻ ഏത് കോഴയാണെന്നുള്ളത് കൃത്യമായ തെളിവ് വെച്ചേ ഞാൻ സംസാരിക്കുകയുള്ളൂ. ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ലോക ഫ്രോഡിനെ ഇങ്ങനെ ഒരു യൂറോപ്പിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നും പറയല്ല. ഇതിന് മുമ്പൊരു വീഡിയോ വന്നിരുന്നു നമ്മുടെ സർക്കംസേഷനെ റിലേറ്റ് ചെയ്തത്. അവനറിയാം ആ വിഷയം ഞാൻ എടുക്കത്തില്ല, ബിക്കോസ് ഞാൻ അതിനെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സിന് ശേഷം ഇപ്പം മെഡിക്കൽ ടേംസിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ക്ലീൻനെസ്സിനെ ബേസ് ചെയ്തിട്ട്. അതുപോലെ യൂറിനൽ ഇൻഫെക്ഷൻ വരുന്നവർക്കും മറ്റു മതവിശ്വാസികൾക്കും ഇത് ചെയ്യുന്നുണ്ട്.
അത് മെഡിക്കൽ ടേമാണ്, അത് എല്ലാവരും അംഗീകരിച്ചൊരു കാര്യമാണ്. ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് കുട്ടിമക്കളിൽ ചെയ്യരുതെന്നാണ്, പൊടിമക്കളിൽ ചെയ്യരുത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കുണ്ടായ ഒരു ട്രോമ, എൻ്റെ സഹോദരന്മാർ കിടന്ന് നിലവിളിക്കുന്നത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അതാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. എനിക്കത് താല്പര്യമില്ല, കൊച്ചുമക്കളെ ഉപദ്രവിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഈ പറഞ്ഞ ഒരു സിസ്റ്റം ഒരു നബിയെ ബേസ് ചെയ്താണ് ഉണ്ടായിട്ടുള്ളത്. ആ നബി 70ാമത്തെ വയസ്സിലെന്തോണം അത് ചെയ്യുന്നതും. അപ്പം അത് തന്നെ ഫോളോ ചെയ്യുക. അതുമാത്രമല്ല ജൂതന്മാർ ഇത് 8ാം ദിവസം ചെയ്യുന്നുണ്ട്, അതും ഓക്കെയാണ്. ജനിച്ച ഉടനെ 8ാം ദിവസം ഇപ്പം നമ്മൾ പൊക്കിൾ കൊടി മുറിച്ച് കളയുന്ന കണക്ക് കുഞ്ഞറിയാതെ അത് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അത് കുട്ടി അതിന് മാത്രമുള്ള പെയിനൊന്നും നമുക്ക് അറിയാൻ കൂടെ പറ്റത്തില്ല. പക്ഷെ ഇത് കുട്ടികളെ ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് ആ ബഹളം വെച്ച് അറിയാത്ത മൊല്ലാക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കളയുന്ന അങ്ങനത്തെ ഒരു ടേമിനെ ഞാൻ എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയം ഞാൻ എടുക്കില്ലെന്ന് അവന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് അവ അതും കൊണ്ട് ഇറങ്ങുന്നത്, ഞാൻ മൗനമായിട്ടിരിക്കുന്നത്. പക്ഷേ ഇവൻ ചെയ്തിട്ടുണ്ട്, ഇവൻ്റെ മകൻ ചെയ്തിട്ടുണ്ട്, ഇവൻ്റെ വാപ്പ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു വിഷയം ചെയ്യുമ്പോൾ അതിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളത് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളത് ചെയ്തതിൻ്റെ മോശപ്പെട്ട വശങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അടുത്തൊരാളിലേക്കെങ്കിലും നമ്മളത് ചെയ്യാതിരിക്കാൻ നമ്മുടെ പവറിലുണ്ടെങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം. ഇവൻ്റെ മകനെ ചെയ്യാതിരിക്കാൻ അവൻ ശ്രമിച്ചോ? ഇല്ല. ശ്രദ്ധിച്ചോ? നടന്നില്ല. ഇപ്പോഴും അവൻ്റെ കുടുംബത്തിലുള്ളവരും തീവ്ര ഇസ്ലാമിയരാണ് എല്ലാവരും. അവനത് വിലക്കാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയില്ല. പിന്നെ നീ ഒരു ഭൂലോക തോൽവിയല്ലേടാ, ഭൂലോക തോൽവിയല്ലേ നീ. അപ്പോൾ ഈ ഒരു സംവാദത്തിലുടനീളം അടുത്തതായിട്ട് പറയുന്നത് അമ്മയുമായിട്ട് ഉറങ്ങുമോ ഇല്ലയോ അതിനെപ്പറ്റിയും സ്വർഗ്ഗനരകത്തിനെ പറ്റിയൊക്കെയാണ് ചോദിക്കുന്നത്. സ്വർഗ്ഗനരകത്തിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ പൊളിഞ്ഞ് പാളീസാവുന്നുണ്ട്. സ്വർഗവും നരകവും എന്ന് പറയുന്നത് അതൊരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റിലേക്ക് എത്താൻ നീ ചെയ്ത നന്മയും തിന്മയും, നമ്മളുടെ കബറിലേക്ക് നീ വരൂല, നിന്റെ കബറിലേക്ക് ഞാൻ വരില്ല എന്ന് പറയുന്ന ഒരു ടേമാണ്. ഞാൻ ചെയ്ത തെറ്റുകളും ശരികളും എൻ്റെ വലതും ഇടതും മലക്കുകളിരുന്ന് എഴുതിയെടുക്കും എന്നാണ് പറയുന്നത്. രണ്ടുപേരുടെ ഇരുന്ന് എഴുതിയെടുക്കുകയാണ്. ഞാൻ വിളിക്കുന്ന തെറികൾ എഴുതിയെടുക്കും, ഞാൻ പറയുന്ന നല്ല കാര്യങ്ങൾ എഴുതിയെടുക്കും. നല്ലതിനെയും ചീത്തയും കൂടെ തൂക്കി നോക്കിയിട്ട് ഇതിൽ നല്ലതാണ് കൂടുതലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകും, ചീത്തയാണെങ്കിൽ എന്നെ പിടിച്ച് നരകത്തിലിടും. അതിൻ്റെ ടേംസ് ഒക്കെ ഭയങ്കര ഡേഞ്ചറാണ്. യൂഷ്വലി ആളുകൾ നന്മ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളാണ്, കുറച്ചുകൂടെ എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ്. അത് പണ്ഡിതന്മാരുടെ ബോധ നിലവാരത്തിനനുസരിച്ചായിരിക്കും. പക്ഷെ അതാണോ ഇസ്ലാം എന്ന് ചോദിച്ചാൽ ഇസ്ലാം പറയണ ഇതേ ഉള്ളൂ, നീ നന്മ ചെയ്താൽ നിനക്ക് സുവർഗത്തിൽ പോകാം, നീ തിന്മ ചെയ്താൽ നരകത്തിൽ പോകാം. അതിൻ്റെ ടേംസിനെ ഡെവലപ്പ് ചെയ്ത് പറയുന്ന പലരുമാണ്. ഇപ്പം ഖുറാനികപരമായ കാഴ്ചപ്പാടുകളെ വിശകലനം ചെയ്ത് വിശദീകരിക്കുന്നതാണ് ഹദീസ്. അത് മുഹമ്മദ് നബിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു സാധനമാണത്. മുഹമ്മദ് നബിയുടെ ജീവിതചര്യകളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ മരണശേഷം എഴുതി വെച്ച കാര്യങ്ങളാണ് ഈ ഹദീസുകളിലുള്ളത്. അതിനെ വക്രീകരിച്ചാണ് ഇവർ കൊണ്ടുവരുന്നത്. അത് നബി ചരിത്രങ്ങളാണെന്നും അല്ലെങ്കിൽ ഖുറാനികപരമായിട്ടുള്ള വിശദീകരണങ്ങളാണെന്നും പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഡെപ്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ ഒരുപാട് പിള്ളമാരുണ്ട്, അവരൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ എൻ്റെ കുട്ടീനെ കൊണ്ട് പറയിക്കാം. എൻ്റെ മകൻ പറഞ്ഞത് ഇത് മമ്മി ഒറ്റയ്ക്ക് റിയാക്ട് ചെയ്യരുത്, ഐ വാണ്ട് ടു ജോയിൻ വിത്ത് യു. സോ അവന് ഞാനും കൂടെ ഇതിൻ്റെ ഒരു റിയാക്ഷൻ ഇടുന്നുണ്ട്. ഒബിയസ്ലി ഇയാൾ ഇന്ത്യൻസിനെ നോക്കി കുറേ കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ ഇന്ത്യൻ ഷുഡ് ആൻസർ. ഒരു ഇന്ത്യനായ ഒരാൾ ഇതിന് തിരിച്ച് മറുപടി കൊടുക്കണം. യൂറോപ്പുകാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇന്ത്യൻസ് എല്ലാം ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് എബിലിറ്റി ഇല്ല, അതുകൊണ്ട് യൂറോപ്പിൽ വന്ന് യൂറോപ്പുകാർ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഞങ്ങൾ എബിലിറ്റി ഇല്ലാത്തവരല്ല, ഞങ്ങൾക്ക് അതിനുള്ള വേദികൾ കിട്ടാറില്ല. ഞങ്ങളുടെ കുട്ടികളെ അവൻ ഡിബേറ്റിന് ഞങ്ങളുടെ കുട്ടികളെ പിടിക്കാമെങ്കിൽ അവൻ തീർന്ന് അവൻ്റെ തലമുടി പൊട്ടയടിച്ച് അവൻ ഓടും. ബാക്കി ഈ മതവിശ്വാസത്തിൻ്റെ മതപണ്ഡിതന്മാരെയല്ല വേണ്ടത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മകൻ്റെ കൂടെ ഡിബേറ്റിന് ഇരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുക. അന്ന് തീരും അവൻ്റെ ഈ എതിർപ്പ് വലിച്ചു കീറി അവൻ്റെ കയ്യിലെ ഞങ്ങൾ കൊടുക്കും. കാരണം സാധാരണക്കാരുടെ ഭാഷ സംസാരിക്കുന്നവർക്ക് അവൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റൂ. അവൻ സാധാരണക്കാരെ പ്രവോക്ക് ചെയ്ത് അവരിൽ കൂടെ ഇസ്ലാമിനെ വൈകൃതമാക്കി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഷിർക്കിലേക്കും അമ്മയെ ഉപയോഗിക്കുന്നതിലേക്കും വന്നപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയില്ലേ? ഇതാണ് അതിൻ്റെ സത്യം. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാത്തവർ ഇവൻ്റെ കൂടെ തല്ലുപിടിക്കൂ, അടുത്ത് നമുക്ക് തെറി പറയാനേ തോന്നുള്ളൂ. ഒരിക്കലും ചെയ്യരുത്. ഇതാണ് അതിൻ്റെ ന്യായവാദം. അമ്മയ്ക്കൊപ്പം ഉറങ്ങുന്നതിനേക്കാൾ ഭീകരമാണ് ഷിർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം അമ്മയ്ക്കൊപ്പം ഉറങ്ങാന്നല്ല, അത് അവൻ്റെ തോന്നലാണ്. അവൻ്റെ ഭാര്യയെ നോക്കണ്ട, മക്കളെ നോക്കണ്ട, അമ്മയെ നോക്കണ്ട, സഹോദരിയെ നോക്കണ്ട, കടമകളിൽ നിന്ന് മാറി സഞ്ചരിക്കാനും നല്ല പൈസ കിട്ടാനും ഇസ്ലാമിക വിരുദ്ധത പറഞ്ഞാൽ മതി. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമോ പറയുന്നത്. ഇസ്ലാമിനെ എഗൻസ്റ്റ് പറഞ്ഞിരുന്നപ്പോൾ എനിക്ക് ശത്രുക്കൾ വളരെ കുറവായിരുന്നു. ഇസ്ലാമിനെ അനുകൂലിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ നേരിടുന്ന ബുദ്ധിമുട്ട് ചില്ലറയില്ല. ആൻഡ് വൺ മോർ തിങ്, അപ്പോൾ ഞാൻ തനിച്ചുമാണ്. മറ്റേ ഇസ്ലാമിനെ എഗൻസ്റ്റ് പറയുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ എനിക്കൊപ്പം ഉണ്ടെന്നാലും സ്ട്രോങ് ആയിട്ടുണ്ട്. സംഘികൾ പിന്നെ അങ്ങ് ഇറങ്ങി നിന്ന് സഹായിക്കും, നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ അവർ സഹായിക്കും. സോ ആ ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഇസ്ലാമിനെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ തിണ്ണമെടുക്ക് കാണിക്കുന്ന കുറേ ഇസ്ലാമിയരെയാണ് ഞാൻ എതിർത്തത്, എൻ്റെ മതവിശ്വാസത്തിനെയല്ല. തിണ്ണമെടുക്ക് കാണിക്കുക, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് ആളെത്തുമ്പോൾ അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നത് ശരിയായ നടപടിയല്ല.
അതുകൊണ്ട് അവർക്കെതിരെ സംസാരിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് ആയിരുന്ന ഞാൻ തന്നെ ആകണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ ആ വിശ്വാസത്തിൽ നിന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഞാൻ സംസാരിച്ചു. ആ പറഞ്ഞ വ്യക്തിയേക്കാൾ മോശമായി ഞാൻ സംസാരിച്ചു. അതൊരു തെളിവും കൂടിയാണ്. പൊതുസമൂഹത്തിന് ഞാൻ ഇട്ടുകൊടുത്തൊരു വലിയ തെളിവാണ്. 4 വർഷം ആ വിശ്വാസത്തിനെ ഏറ്റവും മോശമായ വാക്കുകൾ ഉപയോഗിച്ച് അവഹേളിച്ചവളാണ് ഞാൻ ജീവനോടെ ഇവിടെയുണ്ട്. ഒരു ചെറിയ നുള്ളു പോലും എന്നെ നുള്ളി നോവിക്കാൻ അവർ തയ്യാറായിട്ടില്ല, ചെയ്തില്ല. പകച്ച് പണ്ടാരടങ്ങി നിന്നു. ഷെഫീനെയാണോ ഇത് പറയുന്നതെന്ന് എൻ്റെ വീട്ടുകാരും അന്തം വിട്ടുപോയി. കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ വെച്ച് ഏറ്റവും വിശ്വാസിയായ ഒരു വ്യക്തിയാണ് ഞാൻ. ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു മാറ്റം എന്നുള്ളത് അവർ ചിന്തിക്കുന്നത് പോലുമല്ല. എല്ലാവരും സ്തബ്ധയായി മിണ്ടാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പം ഞാനിത് തുറന്ന് തന്നെ പറയാം. ഈ വിശ്വാസത്തിന് ഏറ്റവും അധികം ചേർത്ത് പിടിച്ച എനിക്ക് തിരിച്ചു പറയേണ്ടി വന്നത് ആ തിണ്ണമെടുക്കാണ്. കാരണം ദുബായിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി. ഒരാളെ പിടിച്ച് അകത്തിട്ട് കളഞ്ഞു, മതവിമർശനം നടത്തിയതിന്. അത് അയാളുടെ ഭാഷയിൽ അയാൾ സംസാരിച്ചതിന് അവർ പിടിച്ചകത്തിടുമ്പോൾ ഒരു ഇന്ത്യൻ നാഷണൽ എന്ന രീതിയിൽ എൻ്റെ ദേശത്തുള്ള ഒരുത്തനെ അവിടെ പിടിച്ചിടുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതിനെ എതിർത്തപ്പോൾ ഇസ്ലാമീയരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഒന്നടങ്കം എന്നെ എതിർത്തു. എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ തോന്നിയില്ല, പകരം അവരെ എതിർക്കാനാണ് തോന്നിയത്. ഞാൻ അവരോട് പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് പവറുള്ള മേഖലയിൽ നിങ്ങൾ ഇതുപോലെ തോന്നിത്തരം കാണിച്ചാൽ ഇന്ത്യയിൽ ന്യൂനപക്ഷം നിൽക്കുന്ന ഇസ്ലാമിയർ ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ചെയ്യരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കുറേ മുസ്ലിമായിട്ട് അഭിനയിക്കുന്ന, വീട്ടിൽ ഒരു പ്രയോജനവും ഇല്ലാതിരിക്കുന്ന ഇവറ്റകൾ കാരണം ഇസ്ലാമിയർ നേരിടുന്ന ബുദ്ധിമുട്ട് ചില്ലറ ശിഷ്ടമൊന്നുമല്ല. അതിനെതിരെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഏതായാലും യൂറോപ്പിൽ പോയി പെട്ട ഇവൻ അടുത്ത് പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, it is absolutely right. I'm answering the question, okay? Before you, because we deal with all kind of people here in the park, so we are battle hardened. We have had these discussions for the last 20-30 years, right? So we know all the tactics. You came from India, you knew here, right? So let me teach you the rules of Speaker's Corner. Until you deal with one topic at hand, we cannot move forward. I'm asking a question. You claimed, according to evolution, if an animal sleeps with the mother or has sex with the mother, I'm saying scientifically, if we can remove that obstacle, if we can move that sexual intercourse safer, no, like for example, for human beings, we give them condoms, we give them contraceptions. They don't. So now, does it become right? He has no answer. He hasn't given an answer. Does it become right? No. We acquire the morality by seeing the problems. Brilliant. Okay. So your morality is acquired from who? But in Islam, we have From religion. Amazingly, your morality is entirely acquired from religion. അടുത്ത ഇവൻ പറയണത് മുഴുക്ക സ്ലെപ്റ്റ് വിത്ത് യുവർ ചൈൽഡ്, അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറയുന്നു. പുള്ളി അതിനെ ചലഞ്ച് ചെയ്യുന്നു. നീ അതൊന്ന് എടുത്ത് കാണിക്കെന്ന് പറയുന്നു. ഇവൻ എടുത്തു വെച്ച് കാണിക്കാൻ നോക്കുന്നു. അങ്ങനെ ഒരു സാധനം ഇല്ല. ഞാനും സെർച്ച് ചെയ്തു. അങ്ങനെ ഒരു സാധനം ഖുർആനിൽ പറഞ്ഞിട്ടില്ല. കുട്ടിക്കൊപ്പം ഉറങ്ങാം എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. ഇവനും ജാമിതയും നിരന്തരം ഇരുന്നു കൊണ്ട് പറയുന്ന ഒരു സാധനം ഇതാണ്, കുട്ടിക്കൊപ്പം ഉറങ്ങാന്ന്. ശുദ്ധ നുണയും അസംബന്ധവും മാത്രമാണ് അത്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ലെങ്തി വീഡിയോ ആണ്, ഇതിനകത്ത് ബാക്കിയുള്ളത് ഞാനത് ആഡ് ചെയ്ത് നിങ്ങൾ കണ്ടു നോക്കുക. ആൻഡ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞങ്ങൾ വീണ്ടും ചെയ്യും. ഞാനും എൻ്റെ മകനും കൂടി ഇരുന്ന് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് ഒരു വിഷയം കൂടെ എനിക്ക് പറയാനുണ്ട്. അത് ഇതാണ്. ഈ പറയുന്ന രീതിയിൽ ഇസ്ലാമിനെ അവഹേളിച്ചുകൊണ്ട് ഇവൻ പറയുന്ന പല കാര്യങ്ങളും പച്ച നുണയാണ്. ജാമിദയുടെ കയ്യിൽ നിന്ന് കേൾക്കുന്ന ശുദ്ധ അസംബന്ധങ്ങൾ കേട്ട് അതെടുത്ത് വെച്ച് വിവരിക്കുന്ന ഇവന് ഇസ്ലാമിനെ പറ്റി യാതൊരു ഗ്രാഹ്യവും വിവരവും ഇല്ല എന്നുള്ളതാണ്. ഈ ഇസ്ലാം കാലാതീതമായി, അതായത് കാലത്തിനതീതമായുള്ള കാഴ്ചപ്പാടുകൾ എഴുതി വെച്ചൊരു ഗ്രന്ഥമാണ്. അതാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. വിശുദ്ധത അതിനകത്ത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ കാലത്തിനതീതമായി ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും അക്സെപ്റ്റൻസ് ഉള്ള ഒരു മതഗ്രന്ഥം എന്ന രീതിയിൽ ഇസ്ലാമിനെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് അത്രത്തോളം നല്ല വശങ്ങളുണ്ട്. എന്തുകൊണ്ട് അതവൻ ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് അവൻ അത് പറയുന്നില്ല? ഇപ്പോൾ ഇസ്ലാമിലെ ഒരു കാര്യം, ഇപ്പോൾ കുട്ടികളുടെ 6 വയസ്സുള്ളതിനെ കെട്ടിച്ചു എന്ന് പറയുന്നു. 1860-കളിലാണെന്ന് തോന്നുന്നു. ബാലഗംഗാധര തിലകൻ, ഡേറ്റ് ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ ദയവ് ചെയ്തിട്ട്, 1891 ഏജ് ഓഫ് കൺസെന്റ് ആക്ട് ലൈംഗിക സമ്മതത്തിന് കുറഞ്ഞ പ്രായം 10 നിന്ന് 12 ആക്കി. അപ്പം ലൈംഗിക സമ്മതം 10 വയസ്സ് എന്ന്, അതായത് വിവാഹങ്ങൾ നടത്തിയിരുന്നത് 10 വയസ്സിലാണ്. ഈ ചൈൽഡ് മാരേജ് ഏറ്റവും കൂടുതലുണ്ടായിരുന്ന നോർത്ത് ഇന്ത്യയിലുള്ള ഹിന്ദു മതവിശ്വാസികൾക്കിടയിലാണ്. ബാലഗംഗാധര തിലകൻ മുസ്ലിം അല്ലല്ലോ. ഇദ്ദേഹം എതിർത്തത്, നിങ്ങൾ റെക്കോർഡിക്കൽ എവിഡൻസ് ആണ് ഞാൻ പറയുന്നത്. ഇത് 1800-കളിലാണ്. ഇവിടെ 1890 എന്ന് പറയുമ്പോൾ 2000 ആണ്ടിലേക്ക് വരികയാണ്, 1900-ലേക്ക് വരികയാണ്. ഓക്കെ, ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ചൈൽഡ് മാരേജിനെ നിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ കൺസെൻറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന 10 വയസ്സിൽ അല്ല, 12 വയസ്സിലേ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ഒരു കുട്ടീനെ ഉപയോഗിക്കാൻ പാടുള്ളൂ 12 വയസ്സിൽ. 12 വയസ്സിലാണ് ഒരു കുട്ടി ഋതുമതി പോലും ആകുന്നത്. 10 വയസ്സിലാകുന്നവരുണ്ടാകാം, പക്ഷെ പാടില്ല എന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് പറയുമ്പോൾ അതിനെതിരെ സമരം ചെയ്ത വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. നെറ്റിലുണ്ട്, സെർച്ച് ചെയ്യാം, കാണാം. ഡേറ്റ് ഞാൻ നോക്കി പറഞ്ഞത് തന്നെ ചിലർ ഞാൻ പറയുന്ന ഡേറ്റിൻ്റെ സാധനത്തിൽ ചാടി പിടിച്ചോണ്ട് വരും കേട്ടോ.
അപ്പോൾ എന്നിട്ട് ഇദ്ദേഹം രണ്ടാമത് ഇത് മനസ്സിലാക്കിയിട്ട് ബാലവിവാഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു വന്നെങ്കിലും ബാലവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരാൾ 10 വയസ്സിൽ കുട്ടീനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യൂ? അതൊക്കെ ഇപ്പോൾ എഴുതി ചേർക്കുന്ന സാധനമാണ്. കുഞ്ഞുങ്ങളെ 10 വയസ്സിൽ ഉപയോഗിക്കാം എന്നുള്ള നിയമത്തിനെ ശക്തമായി എതിർത്തുകൊണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു നിയമം 12 വയസ്സ് വരെ, 12 വയസ്സിന് ശേഷമേ വിവാഹം പാടുള്ളൂ എന്ന 2 വയസ്സ് മാത്രം അങ്ങോട്ട് ഡിഫറൻ്റ് ആക്കിയപ്പോൾ ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികൾക്ക് പൊങ്ങി എഴുന്നേറ്റ് ഉടനെ അവർ ഫൈറ്റ് ചെയ്തു. ഏത് ഇയറിൽ? 1800-കളിൽ. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരെങ്ങനെയാണ് ഈ പറയുന്ന ബാലവിവാഹം എന്ന രീതിയിൽ ഇവർ ഏറ്റവും കൂടുതൽ മോശമായി പറയുന്ന ഈ 6ാം കല്യാണം 9ാം കല്യാണത്തിനെയൊക്കെ ഇവർ എതിർക്കും. 9ാമത്തെ വയസ്സിലാണ് ആ വിവാഹത്തിനെ പറ്റി പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ ക്രൈമാണ്. 2012 ആണ് ഈ നിയമം ഇവിടെ വന്നിട്ടുള്ളത്. എല്ലാവരും പറയും പോക്സോ ആക്ട് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് പോക്സോ ആക്ട് ഇല്ല. 2012 പോലുമാണ് ഇന്ത്യയിൽ ചെവി തുറന്നത്. ഏറ്റവും കൂടുതൽ അച്ഛൻ മകളെ പീഡിപ്പിച്ചത് ഈ പറയുന്ന ക്രൈസ്തവ വിശ്വാസങ്ങളിലാണ്, വിദേശങ്ങളിലാണ്, US-ലാണ്. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, കിട്ടും. അവിടെ പിന്നെ ഇസ്ലാം കമ്മ്യൂണിറ്റി എന്നല്ല ഇങ്ങനത്തെ വൈകൃതങ്ങൾ വന്നിട്ടുള്ളത്, കുട്ടികളെ കെട്ടുന്നത്. ഇവൻ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് കുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കുന്നത്, അതായത് പെമ്മക്കളെ അച്ഛൻ വിവാഹം കഴിക്കുന്ന കാര്യമാണെങ്കിൽ എവിടെയാണ് അതൊന്ന് കാണിച്ചു തന്നെ, ആരാണത് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നെ. ഞാൻ ഏറ്റവും വെറുക്കുന്ന, ഏറ്റവും എതിർക്കുന്ന ഒരു കാര്യം ഈ 2 കല്യാണം ബഷീർ ബഷിയെ പോലുള്ള വൃത്തികെട്ടവന്മാർക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം ഈ മതവിശ്വാസത്തിലുള്ള ഒരു ക്ലൗസിനെ വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ്. അത് എന്തായിരുന്നു അതിൻ്റെ ആ ഒരു ഇത്? ആ 2 കല്യാണം എന്നുള്ളത് എന്താണ്? ലോകത്ത് ഒരു പെണ്ണും അനുവദിക്കാത്ത ഒരു കാര്യമാണ് തൻ്റെ ഭർത്താവ് ഷെയർ ചെയ്യപ്പെടുന്നത്. ആണുങ്ങൾ സഹിക്കുമോ? നിന്റെ ഭർത്താവിനെ നീ ഷെയർ ചെയ്യില്ല എന്ന് ഒരു പെണ്ണ് പറയുമ്പോൾ തിരിച്ച് എൻ്റെ ചോദ്യം, നിന്റെ ഭാര്യയെ നീ ഷെയർ ചെയ്യുമോ? അപ്പോൾ അത് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ഭാര്യയ്ക്ക് സമ്മതമുണ്ടായിരിക്കണം. ആ സമ്മതം എന്ന് പറയുന്നത് അവൾ എല്ലാം കൊണ്ടും തൃപ്തിയായിരിക്കണം. ഏത് രീതിയിലും അവൾക്കൊരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നിനക്ക് രണ്ടാമതൊന്നിനെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഞാൻ സമ്മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവൾ വിളിച്ച് അവൾ പെർമിഷൻ തരുന്നതല്ല. അവൾ പറയണം, ഞാൻ പരിപൂർണ്ണ സംതൃപ്തയാണ് എൻ്റെ ഭർത്താവിൽ, അയാൾക്ക് മറ്റൊരുത്തിയെ സ്വീകരിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞാൽ അത് നടക്കട്ടെ എന്നാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. അതിനെയാണ് വളച്ചൊടിക്കുന്നത്. സമ്മതം വേണ്ട, അങ്ങ് ചെയ്യുക. അങ്ങനെ ചെയ്ത് അവൾക്ക് എതിർക്കാം. അവൾ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം അവിടെ വേർപെടുകയാണ്. ഇത്രയും സൂപ്പറായിട്ട് സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ഒരുത്തനെ വേണ്ട എന്ന് പറയാൻ പഠിപ്പിക്കുന്ന മതം, അല്ലെങ്കിൽ അത് അതിനുള്ള അവകാശം കൊടുത്ത മതം ഇസ്ലാം മതമാണ്. ഫസഹ്, കുല, ഇതൊക്കെ കറക്റ്റായിട്ട് പറയാം. ഓടി ചെന്നിട്ട് എടാ എനിക്ക് നിന്റെ പെണ്ണുമ്പിളയെ വേണം, അല്ലെങ്കിൽ എനിക്ക് നിന്റെ മകളെ കല്യാണം കഴിച്ചതാ എന്ന് പറഞ്ഞ ഒരുത്തനെയും കെട്ടുകൊടുക്കില്ല. മഹർ കൊടുക്കണം, മഹർ ധനം കൊടുക്കണം. നിനക്ക് ഭാര്യയായി, ഇണയായി, തുണയായി ആ കുട്ടിയെ തന്നിട്ടുണ്ടെങ്കിൽ നാളെ അവൾ നമ്മളെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്, മാതാപിതാക്കളെ നോക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ ഞങ്ങൾ അവളെ നന്നായി കെയർ ചെയ്ത് നിനക്ക് തന്നിട്ടുണ്ട് ആ മഹർധനം നീ അവൾക്ക് കൊടുത്തു വേണം അവളെ സ്വീകരിക്കാൻ. അവളെ റെസ്പെക്റ്റ് ആക്കി വെച്ചിട്ട് വേണം നീ സ്വീകരിക്കാൻ. നിനക്ക് മഹർ കൊടുക്കാൻ കഴിയുന്നത് നീ കെട്ടണ്ടവില്ലേ എന്നാ പറയുന്നേ. ഒരു സ്ത്രീയെ അങ്ങോട്ട് വേലക്കാരിയായിട്ട് ഭോഗവസ്തുവായിട്ട് ഇവിടെ ആരും കൊടുത്തു വിടുന്നില്ല. കൃഷിഭൂമി, അത് എല്ലാവരും പറയുന്നതാണ്, ഒരു കൺസെപ്റ്റാണത്. നമ്മൾ കൃഷിഭൂമിയെ ദൈവതുല്യമായി കണക്കാക്കും. കാരണം മിക്കവാറും ആൾക്കാരുടെ യഥാർത്ഥ ഇതായിരുന്നു കൃഷി. പണ്ടെല്ലാവരും കർഷകരാണ്, മെജോറിറ്റി ആൾക്കാർ കർഷകർ തന്നെയാണ്. വൈദ്യന്മാരാണെങ്കിലും അവരുടെ വീട്ടിലും കാർഷിക വൃത്തിയുണ്ട്. കാരണം അവരുടെ വൈദ്യം മുന്നോട്ട് പോകണമെങ്കിൽ കർഷകനായിരിക്കണം. അതിനകത്ത് മരുന്നുകിടികൾ നടണ്ടേ. ഇപ്പോൾ കർഷകരാണ് മെയിനായിട്ട് എല്ലാവരും. അപ്പോൾ ഈ മണ്ണ് എന്ന് പറയുന്നതിനെ നമ്മൾ ദൈവതുല്യമായി കണക്കാക്കിയിരുന്നു. കണക്കാക്കണം പെണ്ണ്, നമ്മുടെ പെണ്ണ് അതാണ്. അപ്പോൾ അതിനെയും വളച്ചൊടിച്ചുകൊണ്ട് വരിക. അതായത് വരികൾക്കിടയിലുള്ള വക്രീയത ചൂണ്ടിയെടുത്ത് അതിനെ വക്രീകരിച്ച് പറഞ്ഞ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ആരിഫ് നാളുകൾ ഇതുവരെയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വൾഗാരിറ്റിക്കെതിരായിട്ട് പലരും സംസാരിക്കുന്നുണ്ട്. കൃത്യമായ ആളുകളിലേക്ക് എത്താത്ത ഒറ്റ കാരണം കൊണ്ട് അവൻ ജയിച്ച് സ്കോർ ചെയ്തതാണ്. ഇതിൻ്റെ താഴെ വന്നിട്ട് കോയാ കാളിങ്ങിലേക്ക് വിളിക്കൂ എന്ന് ചോദിക്കുന്നവന്മാരുടെ അടുത്ത് എനിക്ക് ഒരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. എൻ്റെ ഒപ്പം ഇരുന്ന് ഒരു ഡിബേറ്റ് നടത്താൻ അവൻ തയ്യാറാണോ? ഞാൻ നേരിട്ട് കണ്ടവനാണ് ആരിഫ് ഹുസൈൻ. എൻ്റെ മകനെടുത്ത് ചെവരി കൊരുത്തവനാണ് ആരിഫ് ഹുസൈൻ. എൻ്റെ മകൻ്റെ കൂടെ സംസാരിക്കാൻ അത്ര ആണി അവനുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. ആണുമായിട്ട് അവൻ ഡിബേറ്റ് ഇരിക്കും. എൻ്റെ മകൻ്റെ ഇരിക്കാൻ പറ. എൻ്റെ മകൻ്റെ ഒപ്പം ഇരുന്നു കൊണ്ട് ഒരു ഡിബേറ്റ് ഇസ്ലാമിനെതിരെ അവനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അവൻ അന്നേ സംസാരിക്കുള്ളൂ. കൈവയ്ക്കില്ല, നാക്കുകൊണ്ടടിക്കും. മകൻ എൻ്റെതാണ് മറന്നു പോരുത്. നാക്കുകൊണ്ട് അവൻ അടി കൊടുക്കും. സ്വന്തം അമ്മയെ മറ്റൊരു സാധനമായിട്ട് ചിന്തിച്ച് അത് വേണമെന്ന് ചിന്തിച്ച വൃത്തികെട്ട ചിന്താധാരയുള്ള ഈ പറയുന്ന ആൾക്കാർക്കൊപ്പം ചേർന്നുകൊണ്ട് ആ വൾഗാരിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ ലോകത്തൊരു ഇസ്ലാം വിശ്വാസിയും അത് ആഗ്രഹിക്കുന്നില്ല, ചെയ്യില്ല. സ്വന്തം മകളെ വിവാഹം കഴിക്കാനുള്ള ഒരു സാധനം ഖുർആനിലുണ്ടോ ഇല്ലയോ എന്ന് അയാളുടെ ചോദ്യത്തിന് മുമ്പ് ഇവൻ തലകുനിച്ചു.
അയാൾ തിരിഞ്ഞ് ഇന്ന് ഇന്ത്യക്കാരെ പറയുന്നു. അത് കേൾക്കാനുള്ള ഇത് നമുക്കില്ല. അപ്പോൾ അതിനെതിരെ തീർച്ചയായിട്ടും ആസ് എൻ ഇന്ത്യൻ എൻ്റെ മകൻ അതിന് മറുപടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവൻ്റെ വീഡിയോ പിടിയപ്പോൾ ആൾ ബിസിയാണ്, അതുകൊണ്ടാണ് ഞാനത് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ ഹീ വിൽ ആൻസർ ടു. ഇന്ത്യനായി ജനിച്ചതിലും അഭിമാനിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽസിനെ ഒന്നടങ്കം, ഞങ്ങൾ ഇസ്ലാമിയർ ഇന്ത്യൻ നാഷണൽ ആണെങ്കിൽ ഞങ്ങൾക്ക് ചുണയില്ലാത്തതുകൊണ്ടാണ് ഇവ ഇങ്ങനെ വിളയുന്നത് എന്ന് പറയുന്നെങ്കിൽ അതിനുള്ള മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. നുണപ്രചരണങ്ങൾ നടത്തി, ഞങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കാതെ, ഞങ്ങളെ ഡിബേറ്റിന് തയ്യാറാക്കാത്ത, മലം TV പോലുള്ള ഇതിനകത്ത് കയറിയിരുന്നുകൊണ്ട് കുരയ്ക്കുന്ന അവനെ ഞങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതലത്തിലേക്ക് അവനെ വീണ് കിട്ടി. അവൻ വിചാരിച്ചത് ഇവിടെയുള്ള സാധാരണയായ വിദ്യാഭ്യാസം കുറഞ്ഞ ഏതെങ്കിലും ഒരു കോയയായിരിക്കും അതെന്ന് അവൻ തെറ്റിദ്ധരിച്ചാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. മതപരമായ വിശ്വാസങ്ങൾക്ക് ഉൾപ്പെടെ അതും ഉൾക്കൊണ്ടുകൊണ്ട് സയന്റിഫിക്കൽ എവിഡൻസ് വെച്ച് നിങ്ങൾ അവരെ തട്ടിക്കേൾക്കുമെന്നും അവനോട് ചോദ്യം ചോദിക്കുമെന്നും നൊടിയിടയിൽ അവൻ പെട്ടുപോകുമെന്നും അവൻ വിചാരിച്ചതേ ഇല്ല. ഇവൻ അയാളോട് പറയണത് മുഴുക എൻ്റെ തെളിവുണ്ട്, ഖുറാനിൽ മകൾക്കൊപ്പം ഉറങ്ങാമെന്നുള്ളതുണ്ട്. ഞാൻ മൊത്തം ChatGPTയും മറ്റതും ജെമിനിയും ഒക്കെ നോക്കി, എവിടെയും അങ്ങനെ ഒരു സാധനം ഇല്ല. ഖുറാനിൽ അങ്ങനെ ഒരു വിശദീകരണം ഇല്ല. മകളെ വിവാഹം കഴിക്കാവുന്നൊരു വിശദീകരണമില്ല. ദത്തിനെ എതിർത്തു എന്നുള്ളത് ശരി തന്നെയാണ്, അതിനും അതിൻ്റെതായ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിനെന്താണ് എന്നുള്ളത് കൃത്യമായി പറയും. ഉദാഹരണം ഇന്ത്യൻ നിയമം തന്നെ എടുക്കാം. ഇന്ത്യൻ നിയമത്തിൽ ഒരാളെ കൊല്ലുന്നത് സാധൂകരിക്കുന്നതുണ്ട്. അതറിയുമോ? നമ്മളെ വീട്ടിലേക്ക് ഇഴച്ചു കയറി നമ്മളെ ഉപദ്രവിക്കാൻ വന്ന ഒരുത്തനെ തട്ടിയാൽ അത് കുറ്റമല്ല, അത് ക്രൈം അല്ല. അയാളെ കൊന്നുകളഞ്ഞു എന്നോ ക്രൈമിൽ നമ്മൾ അറസ്റ്റ് ചെയ്താൽ നമുക്ക് ഇറങ്ങി വരാൻ പറ്റും. ബിക്കോസ് അവൻ കയറി വന്നത് എന്നെ കൊല്ലാനാണെങ്കിൽ സ്വയരക്ഷാർത്ഥം എനിക്ക് അവനെ കൊല്ലാം. അപ്പോൾ കൊല സാധൂകരിക്കുന്ന ഒരു നിയമമാണോ ഇന്ത്യൻ നിയമം എന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഈ വളച്ചൊടിക്കലാണ് അവൻ നടത്തുന്നത്. ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് ഒരാളെ കൊല്ലാം എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. ആ സാഹചര്യം നമ്മളെ അതിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇവിടെ വന്യമൃഗങ്ങളെ വേട്ടയാടാനുള്ള നിയമമില്ല. അതേസമയം നമ്മുടെ നാട്ടിൽ കോഴിയെയും ആടിനെയും പശുവിനെയും ഒക്കെ വെട്ടുന്നുണ്ട്. പശുവിനെ വെട്ടുന്നില്ല, കാള. ഞാൻ പശു എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, അങ്ങനെയല്ല. കാളയെ വെട്ടുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്താ കൊലയല്ലേ? മറ്റത് കൊലയാകുന്നത് എന്തുകൊണ്ടാണ്? അത് വന്യജീവി സംരക്ഷണം. കാടുകൾ നമുക്ക് മാത്രമല്ല അവർക്കും കൂടെ ഉള്ളതാണ്. അവരവിടെ നിലനിൽക്കണം. കാട്ടിൽ ഇത്തരം ആൾക്കാർ നിലനിൽക്കണം. അതിപ്രസരം ഉണ്ടാകുന്ന വന്യജീവികൾ നാട്ടിലിറങ്ങി ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ അതിനകത്തുള്ള വന്യമൃഗങ്ങളെ തന്നെ നമ്മൾ സംരക്ഷിക്കണം. ഇപ്പം കാട്ടുപന്നി കൂടുതലാകുമ്പോൾ അവിടെ കടുവയും പുലിയും ഒക്കെ ഉണ്ടെങ്കിൽ അതുങ്ങളെ പിടിച്ചു തിന്നുമ്പോൾ ആ ശല്യം നമുക്കും കുറയും. കാട്ടുപന്നി നശിപ്പിക്കുന്ന കൃഷിയിടങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതൊരു സേഫ് സോണാണ്. ഇപ്പം ഇത് ഒന്നിനൊന്നിനോട് ഇതായി നിൽക്കുന്ന ഒരു സംവിധാനമാണ്. ഞാൻ അതിൻ്റെ ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. ആവാസ വ്യവസ്ഥയാണത്. ഒന്നിനെ തിന്നുന്നു, നമ്മൾ പണ്ട് ചെറിയ പ്രായത്തിൽ പഠിക്കുന്നതല്ലേ, തവള പാമ്പിനെ തിന്നുന്നു, പിന്നെ ആദ്യം കീടങ്ങളെ തവള തിന്നുന്നു, തവളയെ പാമ്പ് തിന്നുന്നു, ഇങ്ങനെ ഒരു സർക്കിളുണ്ടല്ലോ, ആ സർക്കിളാണ് അതിനകത്ത് പറയുന്നത്. അപ്പം അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ നിയമങ്ങൾ വന്നിട്ടുള്ളത്. ഈ നിയമങ്ങളെയാണ് ഇവർ വളച്ചൊടിക്കുന്നത്. അപ്പോൾ വന്യജീവികൾക്കൊരു നിയമം, ഇതിനൊരു നിയമം, ഇത് നിർത്തലാക്കണം, ആരും തിന്നണ്ട. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഭക്ഷിക്കണ്ടേ? മൃഗങ്ങളെ തിന്നാലേ പറ്റും. ഞാൻ മെയിനായിട്ടും ഈ വെജിറ്റേറിയന് ഇത് കൊടുക്കുന്ന ആളാണ്. പക്ഷേ അതിന് മറ്റുള്ളവർ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? എല്ലാം ഒന്നൊന്നിനോട് ലിങ്ക്ഡാണ്. ചില ഇടങ്ങളിൽ ചില നിയമങ്ങൾ പ്രാക്ടിക്കലാണ്, ചില നിയമങ്ങൾ പ്രാക്ടിക്കലല്ല. ശരീരത്തിൽ 1%, 99-ൽ 1% മാത്രമാണ് നമുക്ക് ഈ ശരീരം കീറേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ തൊടാൻ പാടുള്ളൂ എന്ന് മെഡിക്കൽ എത്തിക്സ് ആണ്. ഓരോ മെഡിസിൻ പഠിച്ച കുട്ടികളെടുത്തും അവർക്ക് കൊടുക്കുന്ന ഓത്ത് ഇതാണ്. നിങ്ങൾ ഒരു ബോഡി കിട്ടിയാൽ ആ ബോഡിയിൽ 99-ൽ ഈ 99% നിങ്ങൾക്ക് അതിനകത്ത് കത്തി വെക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതിൽ 1% കത്തി വെക്കേണ്ട എന്നുണ്ടെങ്കിൽ ആ 1% വെച്ച് നിങ്ങൾ കത്തി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതാണ് മെഡിക്കൽ എത്തിക്സ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ സിസേറിയൻ നടക്കുന്നില്ലേ? മെഡിക്കൽ എത്തിക്സിൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ളൊരു വേർഷനാണ് ഞാൻ പറയുന്നത്. ഇവിടെ എന്തെല്ലാം ചതികൾ നടക്കുന്നുണ്ട്. ഒരു കുട്ടീനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ കയറ്റിയ ₹1,00,000 ബില്ല് വരുന്നത് നടക്കുന്നില്ലേ? അതേ ഹോസ്പിറ്റൽ ഇവിടെ വലിയ രീതിയിൽ വിപുലമായിട്ട് ഗവൺമെൻറ് സെക്ടർ ഉണ്ട്, ഫ്രീ ആണ്, നടക്കുന്നില്ലേ? നമ്മൾ ഇതിനെ ടാലി ചെയ്യാതെ ഹോസ്പിറ്റലെല്ലാം കുഴപ്പം, ആ ടേംസ് ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഗവൺമെൻറ്റിൽ പോയാൽ ഫ്രീ കിട്ടും, പ്രൈവറ്റിൽ പോയാൽ അതിൻ്റെ പേയ്മെൻറ്റ് ഉണ്ടാവും. ബിക്കോസ് അത് പ്രൈവറ്റ് സെക്ടറാണ്. അതിനെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ മൊത്തം ഇന്ത്യയെ നോക്കിയിട്ട് ഇന്ത്യയിൽ ഭയങ്കര കത്തിയാട്ടോ, നീ കത്തി വയ്ക്കുന്നിടത്ത് പോയിട്ടല്ല നിനക്ക് കത്തി കിട്ടിയത്. അതല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ നിനക്ക് കുറച്ച് കിട്ടും. അപ്പം അവയർനെസ് ഇല്ലായ്മ, വിവരമില്ലായ്മ, ബോധമില്ലായ്മയ്ക്ക് ഈ ഒരു വിശ്വാസത്തിനെ എതിർക്കുന്ന രീതി
ഈ കൊണ്ട് ഇത് മൊത്തം പറയുമ്പോഴേ നിങ്ങൾക്ക് പിടികിട്ടു എന്നുള്ളതുകൊണ്ട് ഞാൻ വിശദമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്രയൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. US പോയി, യൂറോപ്പിൽ പോയി ഇവൻ നല്ലപോലെ പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുന്ന വീഡിയോ. കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ആരിഫ് KU തന്നെ മോനെ എടുക്കാൻ എൻ്റെ അടുത്ത് പറയരുത്. കാരണം ഹിസ് സച്ച് എ വേസ്റ്റ്. നേരിട്ട് പോയി 2 പൊട്ടിച്ചിട്ട് വന്നവളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആണ് അവ എന്നെ എടുക്കാൻ മടിക്കുന്നത്. ഞാൻ നേരിട്ട് പ്രവർത്തിക്കും. ഞാൻ ഇസ്ലാമാണ്. എനിക്ക് അതിൻ്റേതായ രീതിയിൽ എനിക്ക് സംസാരിക്കാൻ അറിയാം. ഞാൻ പ്രവർത്തിക്കും. ഇവനെ ഞാൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ പൊട്ടിക്കും. അതിന് കാര്യം എന്താണെന്നറിയാമോ? നോണ പ്രചരിപ്പിക്കരുത്. നീ സത്യം പറ, ഞാൻ കൂടെ നിൽക്കാം. നോണ പറഞ്ഞാൽ ഇടി തന്നെ കിട്ടും. അത് വീട്ടിൽ കയറി തന്നെ ചെയ്യും. അതിൽ വരുന്ന കേസ് ഞങ്ങളങ്ങ് കേൾക്കും. ഇത്രയേ ഉള്ളൂ. ചെയ്തത് എൻ്റെ മകനും കൂടെയാണ്. അത് ഞാൻ തുറന്ന് തന്നെ പറയുന്നു. അതുകൊണ്ടാണ് അവൻ എന്നെ ഭയപ്പെടുന്നത്. അല്ലാതെ നിങ്ങളുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്നു, നോണ പ്രചരിപ്പിക്കുന്ന, കള്ളത്തരം പ്രചരിപ്പിക്കുന്ന ഇവനെ പബ്ലിക്കിൽ കൊണ്ടുവരിക. ഇപ്പോൾ റീസെൻ്റ്ലി ഇവിടെ മലപ്പുറത്ത് ഒരിടത്ത് ഇവന് ഒരു പ്രോഗ്രാം കോയാക്കാളിങ്ങിൻ്റെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയപ്പോൾ അടി കിട്ടിയത് ഓർമ്മയുണ്ട? അവർ പറഞ്ഞ എന്താണ്? അവിടെ പറ്റത്തില്ല, പോടാന്ന് പറഞ്ഞു. അടി മീൻസ് അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള അനുമതി നിഷേധം. അങ്ങനെ വേണം ചെയ്യാൻ. ഇവന് വേദികൾ ഇസ്ലാമിയരുടെ ഭാഗത്ത് കൊടുക്കരുത്. വേദികൾ കൊടുക്കരുത്. കൊടുക്കുന്നവരെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുക. അത് ചെയ്യാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് നിസ്സഹകരണം പ്രഖ്യാപിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. നിങ്ങളെ മതവിശ്വാസങ്ങളെ ജിഹാദി എന്നും തീവ്രവാദി എന്നും ഒക്കെ അവഹേളിച്ചും വൃത്തികേട് പറയുകയും മോശം പറയുകയും മുഹമ്മദ് നബി 24 മണിക്കൂറും തോന്നിവാസം പറയുകയും ചെയ്യുന്നതിനെതിരെ നിങ്ങൾക്ക് നടപടിയെടുക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം നിങ്ങൾ ഉപയോഗിക്കുക. ഇവനെതിരെ കൊണ്ടുവന്ന് നിർത്തേണ്ടത് ഇവൻ്റെ മകനെയാണ്, ഇവൻ്റെ മകളെയാണ്. ആ കുട്ടികളെ കണ്ടെത്തുക, അവരെ പുറത്തേക്ക് കൊണ്ടുവരിക, ഇവനെതിരെ സംസാരിക്കാൻ അവരെ പ്രാപ്തരാക്കുക, അവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ കുട്ടികളെ കൊണ്ട് സംസാരിപ്പിക്കുക. ഇവൻ ചെയ്ത തെണ്ടിത്തരം എന്താണെന്ന് ആ കുട്ടികളുടെ ജീവിതത്തിലുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് മുഖം കാണിക്കാൻ പറ്റും. ഞാൻ ചലഞ്ച് ചെയ്യണം ആരിഫ് ഹുസൈനെ. എൻ്റെ മക്കളെ ഞാൻ കാണിക്കുന്നത് പോലെ നിന്റെ മക്കളെ നിനക്ക് പബ്ലിക്ക് കാണിക്കാൻ പറ്റുമോ? നീ ഉണ്ടാക്കിയത് തന്നെയല്ലേ, കാണിക്കാൻ പറ്റുമോ? ഇല്ല. അവർ അന്നൊക്കെ പിറ്റേന്ന് അവർ ജീവൻ വെടിയും. നിന്റെ മക്കളാണ് എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം അവർ ജീവൻ വെടിയും. നിന്റെ പെണ്ണുങ്ങൾ നിന്റെ ഒപ്പം കിടന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് അവർ പൊതുസമൂഹത്തിൽ മുഖം കാണിക്കാൻ പോലും തയ്യാറാകാതിരിക്കുന്നു. നിന്റെ അമ്മ നീറി മരിച്ചതും ആരിഫ് ഹുസൈൻ എന്ന മകന് പിറന്നു എന്നുള്ളത് കൊണ്ടാണ്. നിന്റെ വാപ്പ ഇപ്പോഴും നീറി മരിക്കാനിരിക്കുന്നതും നീ എന്ന ജന്തുവിന് ജന്മം കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ്. സോ ദിസ് ഈസ് ദ പോയിന്റ്. ബാക്കി നിങ്ങൾ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. No, a certain level of appreciation and understanding of the faith for you to leave it and then call yourself ex-Muslim, because you are calling yourself ex something. So a Muslim has a definition, right? If you were not a Muslim in the first place, like some people claim to be ex-Muslims and they were never Muslim in the first place. When we ask them to read Al-Fatiha or tell us the basics of Islam, they don't know anything about Islam and they're claiming to be ex-Muslims. Right. So clearly they were not Muslim in the first place before they became ex-Muslim. How Muslim you are? How much Muslim you are? I understand enough to be Muslim. I understand Islam enough to be a Muslim. Do you know And now Al-Fatiha? I'm Do you know Al-Fatiha? Yeah. You can read Surah Al-Fatiha? Yeah. Okay. You know it by heart? Qul huwallahu ahad. Sure. Qul huwallahu ahad. Why not? Yes. Can you read it, please? Why should I? No. I just want to know for my conviction. No. First you recite then. I أعوذ don't know بالله how much you أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم Yes. غير المغضوب عليهم غير المغضوب عليهم ولا الضالين آمين. Yes. And قل هو الله أحد. الله الصمد Yes. لم يلد ولم يولد Okay. ولم Yeah. يكن له Okay. كفوا أحد. Okay. So Now leave that. So Come to okay. the point. Okay. Good. You know I just asked you know the I just basic asked one question. Please, surahs. answer that. Yeah. So it's clear that you know the Because- basic. Because these Yeah. things are very basic and we know Yeah. you are Muslim and I'm a Muslim and I'm an No, but you're not a Muslim now, are you? I'm an ex-Muslim. Yeah. You go ahead. I'm kafir. So let's conclude that. So let's conclude that. Okay? Yeah. Let's conclude that. Now, I just asked one question. Yeah. That is, committing shirk or raping your mother, which is the biggest sin in Islam? This is the simple question that I asked, and he was not able to answer that. Both are big sins. Which Both. is the bigger one? Which comes Bigger first? one. Your mother is created by God. Okay, God is the biggest in Islam. God is the biggest entity in Islam. Any crime against God directly is the biggest crime. Okay, and anyone God has created is below God, so they have secondary position in Islam, right? So mothers, prophets, saints, sacred personalities are all secondary to God. So any crime or any insult against God is the biggest insult. That's it. That's the answer. So- Very plain. so what Is is it clear? shirk? Is my answer? What is shirk?
shirk is attributing partners to God Almighty when they don't exist. So raping mother is equivalent to that. Sorry? Raping your mother is equivalent to attributing partners to your Raping, daughter. raping your mother is a crime in Islam that is that I punishable by death. I understand. That is punishable. I'm not answering your question. That is punishable by death according to the Quran. Because raping your mother is fasad fil ard. Fasad fil ard in chapter 5 of the Quran. Anyone My who question spreads is not mischief that. in the My land. question Yeah. is So not that. Shirk is attributing partners to Allah. yeah, Raping mother, is it equivalent to that? I have explained to you God is bigger than No, mother. you said something else. No, I'm wait. just asking you. Yeah, which God is bigger than mother, I right? think this is a I said it category. right. It's a Yeah. category Yeah. error. Yeah. So shirk is bigger. Yeah. Sorry. So shirk is bigger. No, any crime against God, shirk or otherwise, okay? You don't have to commit shirk to be a criminal against God, okay? You can insult that's not my God, question. you can curse God. You commit shirk and you commit raping your mother. After committing all these things, which will get you into the hell or the heaven? Both. Which one prevents you from getting into the heaven? It completely depends on the criminal's intentions. Why he You are did. just twisting it I'm because- answering you. because we No, have- wait. I'm because- answering your question. I'm You are answering your just question. deflecting. You are just deflecting. No, Because- I'm not because deflecting. we have- You don't like my we- answer. That's why you're calling you like calling it You are deflection. You are just deflecting. That's it. Okay, Deflecting Adnan, tactics Adnan, don't can I work. interject here? Yeah. So you made a category error. You know where you made the category error? This is not the category error that I. If put you allow forward me to because- answer, one I'll tell second. you where the category error I'll is. tell you something. Okay, First- because you first asked place. which is the biggest sin. First place. First and foremost, No. when you use the term sin, This comparison hold was on, not hold made on. by me. Hold on. This When you comparison say, is when not you made say by me. sin, what do you understand by that term? This comparison is not made by me. This category was put forward by the mullahs. Which mullah? Which mullah? Which You want mullah? to see? Which No, no, mullah? which mullah? We can Wait, play. no, No, you it's not gotta about you mention playing. mention It's not name. about you playing. Mention the No, name. we don't care about mullahs can be wrong and mullahs can be right. Mullahs can be wrong and they mullahs right. can be killers, mullahs can be rapists, But you know, mullah can you know, he asked question as a kafir. Mullahs- He's asking the question this mullah about is wrong. hell, That's what Wait, we wait. say. about So heaven. this mullah He's is wrong, asking that's about what I'm sin. Do you want to make a show? You want to make a This show? is not a show. So you can play any mullah for anything. Yes. This is not a Yeah, show. so what? What's that I can gonna play an prove? atheist, a kafir, an ex-Muslim like this you, is something- who might have actually slept with his mother. This is Yeah. So what does it mean? Yeah. It just shows that you have no If I show you an ex-Muslim who has slept with his mother, who says there's nothing wrong with incest, so are you responsible for that? Do you have to answer for that? Who makes the law in Islam? Do you believe sleeping with your mother is okay? What do Do you want to? do you what believe I'm sleeping with your asking mother you, is okay? What is the law in Islam? I'm asking you a question. What is the law in Do you, Islam? as made this a comparison? as a self-confessing kafir, Who made this comparison? as a self-confessing kafir, do you believe sleeping with your own mother is okay It's or not wrong? okay, never okay. No, why not? Why not? in Islam- Why not? Based on what? But in What What's your standard? standard? We have scientific reasons Scientific? for No, that. no We have science. scientific reasons. So And use science and defines we morals have- for you? Yeah, Since of when? course, of course. Which scientist defines morals? Give me one scientist. Which scientist? Yes, give me one name of a It's not scientist. scientist does that. No, you We said have it's based on evidence, science. No, evidence, you said evidence. I asked you who defines Evidence. morals. Science. Show No, me one it doesn't. scientist. Which one do you want? Anyone. You don't even know Give me a science. major scientist who defines morals. We have scientific information and What? evidence. Science what- is which amoral. stops you from Science is committing amoral. So You you're don't saying, even know. you're saying science incestuous actually deals with relations. morality. Okay. Yeah. No, you actually think science deals with Incestuous morality. relations, we have clear-cut evidence. I don't think you can which quote a stops you from single doing that. scientist who It's says not that about we science. deal It's with not about science. So That's don't your- bring science that's- in. that's your Ex-Muslims misconception. got That nothing to only do with something science. when you- which Or is you know said the by reason science you can be stick to this defended. label That's called your I misconception. think we're talking That's over your each other. Yeah, yeah. So let's. So I asked him the question, who defines sin? Can you answer that, please? No. Before we Nobody go, defines sin? no. We will define sin. Okay, Wait, this is he acquired. is saying science defines sin. Okay, wait. Evidence. Is that what he said? Wait. That's what he said. That's what he's saying. According to you, what's the definition So of now sin? no, Hashim, wait. I want to what's ask the you. definition of I want to sin? ask you. You said sleeping with your mother is wrong, based on what? I want to understand your We have psyche. the evidence here. What's the Because evidence? that's not right, and that's No. that will bring Why? you- Why? Ask him, that- let's define sin I first. can't really believe. Then you We define define the that Why? cause of first. Why? problems I and- want to know why. And Why? it is something which has come to you as an evolutionary pathway, which No. you can. Evolution. you will be- Hold on. Survival of the fittest. I'll let you finish. I'll let you finish. He said how it is. evolution. He now claimed evolution teaches us that this is wrong, sleeping with your mother. Evolution, to the contrary, teaches us that it is very right to do that, because throughout history, Look at the animal world. Look at the animal world. They don't have a mother. They don't have a sister. They sleep with anyone. Like They the have pigs. sex. No, They- they don't the survive. animals. They don't survive. Wait. Science have proved They don't survive. Wait. You are quoting the wrong thing. Animals, do they mate with their mothers or They not? mate and they die. Okay, they What? die. mate They and mate die. and they die. Yeah. That's the No, problem. no, you're talking about the That- entire life. I'm that- saying that's once the in their problem life, he's saying. if they mate with the mother, do they die? Once. That cause
problems in that society. Okay, we have a That solution. will- Animals are society. No, no, Wow. wait, wait. That won't Look at the survive. logic. Wait, Animals are Hashim, society. wait, relax. I understand. Moral society is So another. they Hashim, will, one second, so one they will second. So evolve their now, own so models. now you're using throw consequentialism. it out. I understand. Throw it I understand. You're using consequentialism to argue not that consequential. because it's bad, because animals die, okay, it's not right. So what if we can give animals condoms? Okay, what if we give them contraceptions and they are able to have sex? Wait, relax. I'm breaking your argument. Relax, I'm yeah. breaking your argument that scientifically, if we apply methods that it can be made safe for them to have sex, does it become right then? Never. Why not? Because we have Why the not? problems defined and No, we, no. we see that as a problem. No, why is it a moral problem, Yeah, brother? that's what I'm saying. But for Islam, you can marry No, no. your own Islam- child. Islam is lets you Islam- marry your own child. You Listen, know that? you- How, if you say that this is wrong, all Wait, how, wait, I know. how Rage Islam baiting. lets you marry your own child? Jumping from one topic to another. Is that right? It in is, Islam? is that right in it Islam? it is absolutely. Is that right in Islam? I'm answering your question. me. Okay, before you, because we deal with all kind of people here in the park, so we are battle hardened. We have had these discussions for the last 20, 30 years, right? problem. So we know all the tactics. You came from India, you're new here, right? No. So let me teach you the rules of Speaker's Corner. Until you deal with one topic the question. at hand, we cannot move forward. Answer the I'm question. asking a question. If You you- claimed, according to evolution, if an animal sleeps with the mother before or has that, he was has sex complete. with the mother, Answer I'm my saying question scientifically, first. if we Answer can my remove that question obstacle, if we can move that sexual intercourse my safer, question. safer, no, like for example, for human beings, we give them condoms, we give them contraceptions. They don't. So now, does it become right? He has no answer. He hasn't given an answer. I Does have it become given right? the answer because No. we acquire the morality by seeing the problems which comes out of that. Brilliant. Okay? So your But morality in is acquired. but From in who? Islam- From who? But in Islam, we have From who? rules From religions. which lets you marry Amazingly, your own child. your morality is entirely acquired from religions. What Yes, lets you- you marry your own Scientists child? out Yeah, there, Tell me. you are Indian. That's why you cannot imagine it. What You are lets If you you- were from Norway, You're racist if now. you were from Scandinavia, from one of the atheistic societies, you would say, so what? No. If my mom is fit, That's another if my mom is deflection. fit, Racial deflection. yeah, Okay. no. I don't buy that. Answer You're my from question. India. You're What conditioned lets- by your what lets a social Muslim morality. Marry your own child. Tell me. LGBTQ, they allow. What The lets you scientists. marry your own They're okay child? with Tell that. me. Sorry? What lets you marry your own child? In Islam. In Islam. First of all, that's not true in Islam. In Islam, This it's is Change the topic. okay. We're not going to change the topic. We're not going to. I'm answering his question and coming back to you. If the child is born out of unlawful wedlock, you can marry her. I'm That's the answering your rule in question. Islam. I'm answering your question. Is it true or not? Same I'm guy. answering. Is it true or This not? guy is supposed Wait, genocide. yes. So he's the last person to talk about morality. Morality, yes. true. That's true. It's true in do you- Islam. You can marry your own do you- child. do you can- answer me first. I'm answering. Can you don't prove? deflect. Okay, Yeah. tell me the answer Yeah. correct. Because you just threw a deflection in there. No, you no, are no. deflecting. You answer no. me the question. Wait, relax. If you What's say your that name? morality in What's your Islam name? is What's so your name? superior, What's your name? tell me What's your name? how Islam lets you marry your own child. Why don't we? Stop Why? rage baiting. No. Tell Wait. me. Stick I to will. one topic. What Hashim makes Ali. you marry your own child? Is it moral or not? According to the Yes, scientists, it it's okay. First of all, Yeah. you don't have First of all, okay, scientifically, strictly speaking, according to your religion, whatever religion I'm it is, asking about I'm answering. You are not You asked answering. me a question. Okay. Okay, let me throw a deflection. Let me lie. Let me. So My question correct is me simple, in your simple time. question. You don't like my answers. I think my question is clear. Yeah. Right? Yeah. So now, Answer me. Am I how deflecting? do you justify you are. how do you justify Israeli crimes in Gaza? How do you justify scientifically? Why do you have to be a mass murdering genocide apologist? You are deflecting. No. If you say Islamic morality is so superior, How what do you? makes you marry your own child? Why do you have to be such a bitter kafir? Tell me, what having makes you- what having lets left you marry Islam, your own why child? do you have to become such Deflection a bad too. enemy of Deflection Islam and too. Muslims that you are now justifying the killing of Muslim children in Gaza? deflecting. Yeah. Come Okay. here. Come So you here. don't like this? Answer me. Yeah. Answer me. So you don't like deflections? No. You don't. Answer No, me. they don't like deflections. I know. They If don't you like say that- deflections. You've done the same So method. now, If you say that so now, Islamic now that morality we is so don't like superior, deflections, what lets you marry now your that own we don't child? like deflections, we go back to the original topic. What lets you marry your own children? If the scientific obstacle you have put that they die when a mother can have sex with her own child, right? If that obstacle is removed, which is easily removed today, does it become okay to sleep with one's mother?
I'm answering I'm asking a question. I answered Or it maybe in this multiple case, times. Why? the father. I answered Why? it 3 times. Now Why? I have a counter question. Why? You don't like That deflections? is- I don't like if- deflections. If that is the answer I have, you are claiming that you have better answer than Yeah, I do. that. I do. Then answer me. I do. What lets I you do. marry your own First child? of all, I want to highlight your What inconsistency. lets you marry your own child after You're cutting Islam? me. You're cutting me. I want to have. You look like You're not a. answering. You look like a perfectly Deflection three. intelligent. Deflection three. You look like an intelligent man. Deflection three. You're intelligent enough to be a kafir. cut that. So And so come so to the so point. so let me Cut let the me. crap and come let to you- the okay point. okay. So Yeah. now let me. Come to the point. Now you are a proud self-confessing kafir, a disbeliever, and a Zionist, and a genocide apologist. You have that I'm a intelligence. proud Zionist. Come No, to the point. he's a You okay proud. with genocide, yeah? What lets you? Okay with What genocide. lets you marry your own Imagine, child? imagine. Are you a proud BJP? Yeah, I'm a proud BJP. BJP as well, and a Zionist. now come- You now come couldn't to get that. worse And than he's talking that. about morality. You couldn't worse. Now come to You the couldn't question. get worse than This that. is the come best to the example question. of the morality. Now come to the How do you even sleep at night? I am more interested. I'm more interested in that. How do you sleep at night? How do you sleep at night? Let me answer. not about Answer BJP. me. It's What not lets about you BJP. marry your own child? He asking a question. B- It's BJ not about BJP or Israel. BJP just stole from Ram Mandir. Stick to the a lot of subject. money. Again, he's Agree. Now You agree? now Okay, answer. good. Now Why you answer. support them? Now answer me. No, What you're lets not you answering. marry your own child You're after not Islamic answering any of our morality? questions. Answer Define sin first. I've Answer answered me your one question. Define sin. In Islam, it's haram to marry your own ex-Muslims child. sleep with their mothers? Okay, I can do the same thing. Why do ex-Muslims sleep with their mother? No one sleeps. Who? How do you know? How do you know all the But in ex-Muslims? Islam, Okay, show me in the Quran where yeah. they sleep with His their mother. team Show can me. do that. I'm from Kerala. You are. He's from In Kerala. Islam, I'm it from is Kerala. haram. Really? He Incest- support for a team. It's called Essence. And the same team, there's a guy. He just done. It's a talk on that one. Any non-Muslim, any atheist, they can sleep with their mother. Is he Muhammad There's to no us? Is he Muhammad to us? No. He support the same team. The same team. Yeah, he's He, Listen, the problem is, I had discussion with this guy before. guys, Okay. it's turning into a mess. Okay. We need to have a So he- conversation. There's no Don't have problem. one- Okay, yeah. Sorry, you can. Where do you get him out? It's turning. You're not answering any of our questions. It's turning into a mess. Wrong. Look, the problem. Can I bring some rules to the conversation? Can we not cut each other? Let me talk BS. You can talk BS for as You long as too you can. like. You Okay, too can. okay. But let's not cut each other because we want to educate our audiences. We want to have a consistent. Now I'm going to answer all your questions. Just go We back to have the a first question we you have a asked. consistent. My question is still unanswered. Yeah, I am. If you I am. claim that your morality is so superior, what lets you marry your own child? Wait, brothers, come on, uncle. Can we have some That's why he's can we have some calm? Question him. Okay. You question Okay. him. You don't First know of all, Islam. That's the problem. first of all, can we now agree first? If there is I will give nothing you my like superior. that in Islam, why he is Brothers. Got it? Okay. I hope you live up to your name. Yeah, So far, it doesn't look like. we can easily dismantle all his claims Then and claim. arguments and Then everything. let's do it. Yeah, What let's lets you do marry it. your own child? Because he What lets you marry your own child in Okay. Islam? If Islam First is of so all, superior? you're lying against our faith. not Well, lying. look, again, I said don't interrupt me. When I'm answering, you don't like my answer. You don't like my answer. Zip your mouth and listen to my answer, You can and then I'll dictate zip me. my You mouth. cannot dictate No, me. I'm not. I'm You not cannot dictate dictating, me. but you don't want people to hear my answer. You can answer You know, me. you can throw questions at me and don't want me to answer. just deflect I'm it. answering. Answer me right It's absolutely haram, forbidden, prohibited in our faith to marry any child, let alone your own child. Okay, No, full in stop. Islam, No, I'll wait. let you know. I've answered directly. Now I expect an answer from him. Now, can you answer me? What is your moral source to say? Wait. So I will stick to the question. What is your moral source to say that you cannot sleep with your mother? In Islam, is there a rule that you can marry your child if that child is born out of wedlock? Haram. I'm saying haram. It is halal in Islam. I've been studying Islam for 20 years. I'm saying it's I'm studying absolutely, Islam you're for lying. 40 years. You're lying against our faith. not- By the way, you It's don't It's answer haram. your question. It's not He asked lying. another question. It is there I in noticed that. Islam. I'm not- Okay, leave it to people. don't Leave it to give- people no, now. don't give him the leeway. I have said. I'm going to repeat it categorically. You where's my camera? so-called ex-Muslims, so-called atheists, so-called kafirs. Lie. They have nothing but lies against Islam. They have a bunch of emotional arguments they want to throw at people to rock the boat. Let him complete. But in reality, they have not no answer our foundations. questions. They have no foundations to offer. They have nothing to offer.
When you say Indian, that's what they categorize. Okay, so that's So- racism, right? Okay. So Why are you ignoring? when we upload this, I will show you the proof from Quran which lets Rather, you you man, right? Why your own remember, child. Okay. Okay. Show me now. Speaking to his bubble. rather you try to debunk. Yeah. Show me now. Show me now. Show me now. I'm recording, please. Of course, I'm talking to you people as well. He's lying. He has nothing from the Quran. Show me now. He won't lie. He Show me now. They're waiting. They're waiting for your proof. I will show you. No problem. Adnan, don't let him skip. This is the problem. Stick to the question. Is that you? That is, they don't know He said he's Islam. proud Zionist. They don't know Is that him? the rule which is Rasul in Islam. Is that him? Now, this is something. Is it Jewish? He likes. Well, he said he's a Zionist. He likes. You kick him out. Okay. Now you please. Guys, without making noise, we can easily dismantle everything they bring. Easily. Do not make noise because you're making it difficult for me. Okay? So let him speak, let me speak, so that people can learn. Okay? You claimed you can show from the Quran that we can sleep with our you can with watch. our You can children. watch my channel. Oh no. Right now. Right now. That's why we Wait. You watch our channels as well then. Hashim, Watch Dawa Watch. Hashim, this, I'll tell you what, Hashim, I'm he's telling taking you on my channel, he's come taking. and have a debate. How about that? Done. Okay? On Dawa Wise, this What's your name? Thursday. What's your name? Hashim. Hashim. And I'll bring Adnan with me on the panel. No problem. By the way, I don't shake hands with, I don't know whether you watch it or not. Assalamu So I'm alaikum. sorry. Assalamu alaikum. Wa alaikum. Walaikum. Yes, see what? See what? Islam is peace. Yes, peace. Speaking to his audience. By the way, we don't shake hands with proud Zionists. We don't. Listen, I'm an expert. Now, I know that. So if you know that, don't can we shake come hands. back to the conversation? Can we come back to the My conversation? channel, and we will have a debate about all these things. Yes, Hashim. Come this His Thursday. channel, his And you're also channel. welcome. His channel. You're also welcome. See, they won't. I don't shake hands with Zionists. I don't. No, not just. You're a genocide apologist. I will never shake hands with you. I told Never. Adnan bit boy. time. Seriously, I told you Adnan boy. Still you won't take that with Are you a Zionist? Bring the evidence. Yeah, Are don't you say watch Zionist? our channel. I don't follow this. No, are you a Zionist? evidence. Are you a Zionist? He's a Zionist. I'm a proud Zionist. Let it be. Yeah. Let him be. Let him be. Everyone has Let their him own be. opinion. You guys, the more you open your mouth, the more repulsive, and the more hate-worthy you are. You know why? Because you are genocide apologists. You are the scum of the earth. You're the worst people walking on the planet. You know why? Because you are genocide apologists. I can never stand here and justify the killing of children. I can never stand here and say I'm a proud killer of children. I can never say that. I can, as a Muslim, The main man is okay with Yeah. killing No, children no. and Yeah. babies You're because he's supposed to Zionist. so now, I've been watching your videos. It is and all. like Yeah, being so in let's Hitler's talk. team, this guy. I don't see a lot you deflecting. Rather you debunking atheism. Just deflected. That means You just No, he pick answered the the Quran, question. you I've just answered the pick question. hadith. I've answered the question directly, head on. He's lying. He asked me. He has nothing but lies. first He has question- nothing but lies. The first question he was I have an idea. Can we sit on chairs, put the cameras there, and have a Time it, calm time- conversation? time And it, time time it. it, yeah. 1 minute each. How about that? Or 2 minutes each. Actually, you can do it here. Time it. Time it. 2 minutes each. Yeah? And whoever doesn't answer the question has lost. That's Yes. the argument. nothing like that. Yeah. No, no. Yeah, 2 Hassan, minutes you have to within give the 2 answers. minutes. If you don't answer the You have to question, prove your then you lost point. that point. You have to give evidence. No, the thing is, We'll do the same on Dawa. you try to If you are willing to debunk. come up. You try to debunk. 2 minutes each. atheism. 2 minutes Let's see each. if he comes on Thursday. Guys, make sure your man, the proud Zionist, proud BJP, proud RSS, who follow Hitler, make sure he comes on Dawa Wise at 5:30. We'll be waiting. 5:30 p.m. UK time. Okay, by the way, we don't understand Malayalam, so English only, please. No, we just discuss this. I know, but English. No problem. So, 2 minutes each. Are you okay? we have a point here. No, no. Are No, you no, okay? no, Why are you running no. away? Why are you running away now? I thought you brother? are proud X, Y, and Z. I'm not running Proud away. kafir. So act like one. I have a mouth. Actually, he's acting I like have a a mouth. kafir. You have a Away from mouth. the challenge. Everything will be there online. No. You, my friend, right now, why can't you have the challenge? 2 minutes do a each. debate. If Why can't you have Let the all challenge the right now? Indian Muslims and non-Muslims see that these people, when they are faced with questions, they have nothing. When they face informed Muslims, they have nothing. They will make dirty claims online. Islam says this, Islam says that. But when a Muslim is standing in front of them with education and information, they have nothing. They will run. They don't want to have a conversation. This is the nature of this kafir, self-confessing kafir. By the way, I'm not calling him as a hateful gesture.
He said, I am a kafir. Look, look, look. So I'm calling him what he is. Or what is. By the way, Adnan, they're going to clip. Adnan, No, Adnan. okay. I don't shake hands with Zionists. I don't shake hands with people who justify genocide of children. He's a proud Zionist. He said he's a proud Zionist. He's the Zionists. When they look at him as, you know what they call people like this? You know, Zionists are so racist. When people like Indians like him, when they say, shut the hell up, you Indian, get out, we don't need you. That's how Zionists talk to them. Zionists are so racist, they don't want these Pajits to come and defend them. They don't want these people to say, Sar, I'm with you. They don't want this. By the way, you The know- Zionists don't care about them. These people are so low. They are so low that they are dying for Zionists when the Zionists don't want them. The Zionists don't want them. Why you scared of the Have you 2 been to Israel? debate? Why Have you you been to scared? Israel? Twice. They will treat you like shit. They will treat you like shit. I mean, maybe they love you because you hate Islam. No, he's not a Zionist. He is. Maybe because you're doing content against Islam, they love you. By the way, they're going to clip that. Adnan, they're going to clip that part about you generalizing about Indians. So just say the hateful Indians. Make sure Hateful you say Indians. it. Hateful Say Indians. that. Say it in Absolutely. front of Islam. So they are experts of clipping. They are experts of clipping. So I am talking about Indians who are BJP sympathizers, who are Zionist sympathizers, hateful Indians, whoever they are, Muslims or non-Muslims, whoever they are. If they sympathize with the Zionists, you are a lowlife. You need to get a life. You need to get a life. Whoever you are. You hate everything. So we don't have any time. Thank you so much. We don't So atheists By the way, We have sympathy. Why is Islam We have the sympathy. Why is Islam We the have fastest sympathy. growing religion, not your ex-Muslim? Yeah, fastest breeding religion. Hashim, Oh, you stop reading. Hashim. Oh, I know you guys I want a can't good, read. I want a Right? no, By the way, no. You know, get yourself checked with a doctor if you can't breathe. Hashim, relax. I want an amicable end to this conversation. Clearly, these gentlemen are running away. An Indian is telling us Hashim. Yeah. Hashim, no. One against one. I'll tell him not to speak. One against one. 2 minutes each. Yeah. 2 minutes each. Wait. He doesn't want it. He doesn't want it. He's already trying to find an avenue out. Okay, guys, Sam, hello. Please. We're trying to. These guys were brave enough to come to Speaker's Corner, knowing well that there are Muslims here who will debate them. We are not threatening them with violence. We're not insulting them with words they don't claim already. He's a kafir, self-confessingly. I'm calling him a kafir because he's a kafir, right? He's an ex-Muslim, he's a Zionist, he's a BJP sympathizer, right? So he's saying that, right? Fascist. I don't know what that is. I don't know. So now, no violence. The fascist family. No, well, guys, please, guys. No violence, no hatred, no threats. Why is he running away? Nice, man, nice. What is the punishment of apostate? No. I will. 2 minutes each. Are you okay? Or you gonna run away? You think you're clever? You think you're clever, right? You think you're clever. So we're gonna have an equal, fair discussion. I will answer your questions, and you will answer my questions. If you don't answer my questions, I'm not going to let you escape because you can't ask questions and not answer questions, right? So now my question to you is, why sleeping with one's mother is wrong? You gave a wishy-washy crap answer because you're not educated. I know you're not educated. You don't know philosophy. You don't know the philosophy of science. You haven't even studied science. Anyone trying to use science for moral values or morality doesn't know science. Doesn't know what science is. You've lost the debate already. But now that because you think you are a smart guy, I'll let you have the opportunity again You got 2 to minutes. answer the question. Why sleeping with one's mother is wrong? We the Muslims have an answer. You don't have an answer. We answered 3 times. For us, it's wrong. We answered it, and No, you didn't made answer. accounted Why? for. I'm asking why. Why? You're saying science. Science doesn't help you. Science doesn't say this is right or wrong. Science says what is. Science doesn't say why it is. Science doesn't say why it is. Okay? Science says what is. We answered it 3 times. That science helps us. Stop wasting time. You got 2 2 minutes. minutes. You got 2 minutes, yeah? When we say that, you said me that you have a better position, that Islam is more superior. I never said that. You Although got 2 minutes. yeah, sorry, 2 minutes. I'm not going to interrupt Answer the you. question. Guys, he's answering. Can you stop, please? He's answering. At that point,
I asked you a second question. That is, if that is the case, what lets you marry 1 your minute, 30 child seconds. in Islam? And you just made a statement that that is false in Islam. That's what you said. So why? We have the verses in Quran itself which says, and even in Say other, what? in other fiqh, 1 minute, 20 that seconds. You can marry your own child if that girl is born out of wedlock. Why you can do that in Islam? See, Brilliant. didn't answer. Great. No problem. No problem. That's his time. He Now asked my a 2 question minutes. with a question. My 2 minutes without interruption. First of all, he did not give an answer why sleeping with one's mother is wrong. He keeps saying science says that. Science doesn't say anything about sleeping with one's mother. Science has nothing to say with sleeping with one's mother. Science simply says if you sleep with a human being, another human being, this will happen. That will happen. So why are It you don't- not sleeping with your mother? wait. It doesn't. I didn't interrupt you. No, sorry. It doesn't say why it's wrong or why it's right. It doesn't say that. So science is not his defense. He has no answer. The conclusion is he has no answer. Second point he raised: your Quran says you can sleep with your child. If the wait, yeah. Your Quran, wait. You when you marry, you sleep. Do you have a wife? No, the Do you have a word in wife? Islam is marriage. Do you have a wife? Do you word sleep in with her? Islam- word Do you in sleep Islam with is her? marriage. Okay, clearly you sleep with your wife, right? If you're married. So he claimed the Quran says you can marry your child, right? I want him to now, if you are fair, everyone listening, I want him to pull out the ayah from the Quran, the verse where it says you can marry your child. If he does not pull that out, then know that this guy is not only a lame Zionist, a lame BJP apologist, he's a liar also, like the BJP propagandists and all the Zionist scumbags. He's a liar. He's a liar who's lying upon our faith because they can do nothing but lie. And today is his exposure day. All the Muslims of India, spread this. This is janazah for this guy who claims things online, and when he's faced with challenges, he has nothing. He's going to pull out the ayah from the Quran now and time up. 1 second. You don't run away. No, it's time. May time up. It's It's your time. I'm taking the words. Wait Yeah. a second. Start his time. 2 minutes. No, just Let's see what When you make a claim, you should have the verse on your fingertips. You should know the verse. he has to look at his notes. Forget. Start his time. It started already, yeah? 1 minute. No. It's not. Left. wait. Let me take the words, then you can start the time. Okay. Now I knew I didn't want to debate. He doesn't. Memorize it. Like This the way is you why these people don't want to debate. They know when faced with Muslims who study their faith, 1 minute, they 10 have seconds left. nothing but embarrassment. He doesn't even know science, he doesn't know philosophy, he doesn't know why he's ex-Muslim, he doesn't even know anything about Islam because he claimed the Quran says you can marry your child. I want that verse. The Quran saying you can marry your child. I want that verse now. 30 seconds left. Or apologize to all the Indian Muslims. We got it before All you. the Indian Muslims in India, you have been demonizing and dehumanizing. Apologize to them. Say, I'm sorry. Oh Muslims, I'm a fool, I'm an idiot, I'm a Zionist, that's why I'm an idiot. I'm sorry. Okay, your time is up. Yeah. Adnan, your time now. You got it, yeah. It's my time. It's your time now. It's Your my is time. up. You have to. Now my time. Clearly, ladies and Like a gentlemen, Muslim, memorize it. ladies and gentlemen, there is no verse in the Quran that says you can marry your He's going to child. ChatGPT now. So, no, guys, are you here to help me or are you here to cause problems? I hope he's not paying you. It's okay, don't help him. Let him find it. If Adnan, you, it's your time, Adnan. if you make noise, you're helping him. Adnan, it's your time. Yeah. So ask him So, another question. ladies and gentlemen, he does not have this verse because this verse does not exist. We know the Quran. It's not there. These are liars. When they say they're ex-Muslim, they want money from the BJP government, they want money from the Zionists, and they want visits, tours to Israel so that they can be given platform to talk to ignorant fools, right? Now we are talking. Show me the verse or you will apologize like a gentleman if you want. You're a kafir, and not every kafir is fully evil, okay? There are kuffar who have principles. I hope you are one of those kuffar who has principles. Now my question is, if a person you cannot prove can sleep with his mother, then why would we follow what you are following? Why would we follow when you have no moral values to offer?
when you have nothing to offer in return. You're saying you're ex-Muslim, I'm a kafir, I'm a proud Zionist, I'm a proud BJP, you're proud everything, but you're but proud Muslim. Why would we follow what you are following? Why would we follow when you have no moral values to offer? When you have nothing to offer in return? You're saying you're ex-Muslim, I'm a kafir, I'm a proud Zionist, I'm a proud BJP, you're proud everything, but you're but proud Muslim. But proud Muslim. So now you want Muslims to follow your kufr because you're kuffar. At least offer something in return. Say, yeah, we have a moral standard, follow us. In our standard, it is haram to sleep with your mother. 1 more minute left. Okay? But in your standard, it's not haram to sleep with your mother. Because you are atheists, agnostics, right? You have no objective moral values. No, I'm not talking to you. I'm not debating you. I'm not debating you. You have no objective values. He's gonna be looking for the verse all day. Okay. No, I'm telling the time. 30 seconds more. I want you to give us a moral standard that we can use to live a happy life. We are Muslims. We are claiming we have a moral standard. We are living happy lives. We have discipline. We have education. We have great CEOs, doctors, scientists, philosophers, kings, sultans. We have all sorts of people. Okay. You, on the other hand, what do you have to offer? What do you have to offer? Okay, your I time's up. want to know why sleeping with one's mother is wrong. It's your Or time. why Oh, you're still looking for it. Do you need help? No, I will take it. It's your time now. wait. It's his time now. Wait a second. So this is how you're going to debate, yeah, online as well. Going to look on ChatGPT and stuff like that, like a kid. He hates ChatGPT. He hates ChatGPT. I want all Indian Muslims. I want all Indian Muslims to spread this around India and expose these people, because Zionism makes you so evil that you become a liar and you become completely mindless. This guy standing here in front of multiple cameras made a claim the Quran tells Muslims to marry their own children. I want the ayah. I want the verse right now, or you apologize. You got 1 more minute left. I got it. You got 1 more He minute. got it. He got something. He's not sure. Ask the IT team in India. Help support. Ask Tel Aviv. Tel Aviv. Sir, I'm Peter. Help me. All right, come on, quick, guys. Come on. No, ask Tel Aviv. They came all the way India for this, like a failed mission. For me, it is very clear. These guys, there is they a ask reason. questions, but they don't have answers. There's a reason why you only make noise online. Yeah. When faced with a Muslim who knows his faith, you have nothing. You have nothing. You have nothing. You have nothing but embarrassment, like you are being embarrassed right now. 30 seconds more. You have nothing. Wait. We've been waiting for 5 minutes now. 30 seconds more. Then you ask again. Yeah, Masood? No? Right. Let him find the verse from the Quran where it says Muslims can sleep with their children, their daughters. He is looking for the verse. He made this claim. Hold on. You know these people. This is not a joke. I want everyone to listen. This is not a joke. These people, these evil people, Zionists and BJP apologists, they make these claims online to hundreds of millions of Indians. And they make these people hate Muslims. These people cause all gullible Indian masses to hate Muslims because of the lies. But when we confront them, when we challenge them, there is nothing. So I'm appealing to the Indian people, the Indian masses. Don't believe these liars. My time is already up. No, ask another question. No problem. He's not answering. So He's busy looking for the ayah. maybe ask him about why suppose okay. Zionists Now I'm who gonna- commits genocide, Okay. We have to go home, man. which is worse than anything. Next point now I'm going to make in my time. He doesn't have the ayah. He's pretending that he has something. I know there is no ayah. I know there is no verse in the Quran. Now that is clear, does he have the shame? And I know he doesn't. Hashim. He doesn't have the shame to apologize. He will not, because he's a Zionist. Zionists are some of the most evil people on the planet Earth. They are child killers. People who sympathize with them and agree with them are apologists for child killing. Zionists are liars. So is he. His teachers are Zionists. That's why he cannot find
that verse in the Quran that he claimed is there. Now, why is he like this? Why is he like this? He's like this. Okay, he's gonna now listen to voice notes. So, no, brother, you're gonna be famous tonight in India, inshallah. You're gonna be famous. Make sure you post this without cutting, yeah? Don't chop it You're up. gonna be famous tonight. No, you're gonna be famous. Don't chop it up. Don't worry, we will get. All the Muslims in India, On Thursday, on the- all the Muslims in India, every time you see this guy, ask him for the ayah, ask him for the verse. Do not leave him alone until he apologizes to all the Muslims of India for causing hatred against them. Because people like him are being paid by the Zionists from Israel to spread hatred against Muslims in India. The BJP and the Zionists work together to hate Muslims and spread hatred against Muslims in India. You, the Indian Muslims, be proud of your faith and don't be intimidated by individuals like this. Always challenge them. Bhagjo, ab bhago. Adnan, why do the Zionists eat Gai Mata? Why do they eat Gai Mata? They don't care. Gau Mata. They eat the cow, which is sacred to BJP. Adnan, what he Why do they just eat said cows? is, Adnan, what he just said There's is, no ayah. There's no ayah. Yeah? There's no verse. Why are you running away? There is no verse. Are you going to run away? Find it. Find it. After all I'll wait. that, I will wait. Adnan, Once this video is out, Wait. Even AI is not helping you. once this Even AI is not helping you. I'm roaming and my internet is down. What's your That's name? the only problem. What's your name? You don't know my name. No, I don't know. What's his name? No problem. What's So, his name? Once I upload He this said video, Arif earlier. you can watch. I told you this Arif. before. Arif. Arif Hussain. All the information and all the evidence will be there online. Also, you're going to cut up the videos, and then you're going to go there. That's what he just said. No. He said- Right here. Right here. Look at. Your excuse the internet. I'll give you internet. How about that? No, we have internet. I'll give you Here, internet. my phone. My I'll give you phone. internet. We can give you So half no an hour. excuses now. On screen. My phone. We are not going to watch your channel. On screen it will be there. Internet. No problem. Take half an hour break and find the ayah, then come back. His friend is telling him, भाग, निकल. वो बोल रहा है उसको निकल भाई, Adnan, what he भैया just निकल, said is- यहाँ से what he भैया just said निकल. is He's going to cut it. He's going to give you an explanation नहीं, in the नहीं. video later on. That's how he's doing it. We're going to give you half an hour. So next Next time, ex-Muslims, Find the ayah, self-imposed come back kafir, here right now. do not make challenges you can't keep. He challenged Adnan that he's going to ask this question, and then he has no answer, no evidence. So All he has to do is like the normal haters, नहीं. अभी make claim and run away. अभी मैं हिंदी में बोलूंगा सारे इंडियन मुस्लिम्स के लिए कि ये बंदा जो अपने आप को जो बंदा अपने आप को काफिर कहता है और मुसलमानों के खिलाफ नफरत फैलाता है झूठ बोल के कि कुरान में आयत है जो बोलती है, जो कहती है कि आप अपनी बच्चियों के साथ शादी कर सकते हैं। मैंने इसको बोला आयत निकालो कुरान से, और आयत नहीं निकल रही इससे। ये पिछले 10 मिनट से आयत ढूंढ रहा है कुरान की, इसको मिल नहीं रही, तो इसने झूठ क्यों बोला? हम इसको बोल रहे हैं माफी मांगो मुसलमानों से, क्योंकि तुम मासूम लोगों को झूठ बोल के उनके दिलों में मुसलमानों के लिए नफरत डालते हो। ये बोल रहा था कि मैं प्राउड जायनिस्ट हूँ, मैं प्राउड बीजेपी हूँ। ये लोग मिलके काम करते हैं जायनिस्ट के साथ ताकि मुसलमानों के खिलाफ इंडिया में नफरत फैलाई जाए। मैं इसको बोल रहा हूँ कि मुसलमानों से माफी मांगो। और ये झूठा इंसान जिसने झूठ बोला, इसको असल में इससे पहले इसको ऐसा चैलेंज मिला नहीं, इससे पहले इसको ऐसा चैलेंज मिला नहीं। आज इसने गलती की, स्पीकर्स कॉर्नर लंदन आ गया। ये समझ रहा था मैं यहाँ के अपने झूठ बोलूंगा, मैं बकवास करूंगा और मुझे कोई चैलेंज नहीं करेगा। भाग गया। Cowards. Don't. अभी ये बंदा यहाँ पर ये he came to speak his corner to tell people he's an ex-Muslim, and when we confronted him, Allah exposed him. He has a hat saying I'm a kafir. He said I'm a proud Zionist, I'm a proud BJP, and he's a coward. So clearly, he is going by an agenda. He wants to spread hatred against Muslims in India. He's being paid by the Zionists. He's being paid by the Zionists to spread this hatred. Now, he's not going to put this out.
is not going to put this out. You will not put this out. I don't think you will put this out. But our cameras, I'm appealing to Indian Muslims. I'm appealing to Indian Muslims. Do not be intimidated by these liars, these genocide apologists, because they have nothing but lies. He said today in front of multiple cameras, there is a verse in the Quran that teaches Muslims to marry their own daughters. We gave him 10 minutes, 15 minutes to look for the verse, and it's not there. Because it's not there. It doesn't exist. So are you apologizing? Are you apologizing? No, are you apologizing? Let me complete. Yes. I'm not apologizing. He's not apologizing. Will be online. No, right now we are here to. No, don't swear, don't swear, don't swear, don't I swear. need to speak. I need to speak. Okay. No, I'll tell you why. I'll tell you why. He's gonna go online. He's gonna lie again. Muslims are here. Muslims are here to respond. Bring it on. Bring it on. All evidence will be there. No hatred, no violence, no intimidation. He is free. He's safe. There is no threat against him. Counter that with his evidence if he has. So I will upload this video without cutting any portion, and you will find the evidence online. And you are welcome. A verse from the Quran. Yes. You're gonna post. No, I'm not shaking a Zionist hand. That's it. Okay, wait. So- I'm not. Wait. so You're gonna post. Wait, hold on. You're gonna post a verse from the Quran. You're gonna post a verse from the Quran that says Muslims can marry their daughters. Yes, I will. You're gonna. And if it's not there, I will apologize. a verse from the I will Quran. apologize. A verse from the Quran. Yes. Okay, I he will apologize. That's it. Okay. By the way, are you here next Sunday? No, I will apologize. Are you here next Sunday? No? I will go next week, next Tuesday. Sorry, this Tuesday. This Tuesday, no problem. So that's it. So every evidence will be there online, and he can come there. If he has, I have a any separate counter question. evidence, he can counter that. I have a separate So question. evidence will be Why don't you bring the presented in evidence? detail Yeah. in both On languages, Thursday? in Chalo, English no and problem. in Malayalam. He doesn't. Okay. He's gonna. Let him. He's free to. He's free. I have a separate question. I have a separate question. Clearly, he's using this. He's using this as a point. He's using this as a point. He's saying. He's saying Muslims. And if I, He's if saying. I'm failing, I will apologize. That's He's what I saying said. Muslims. I will show that. Okay. You can take this as a Okay. word. Okay, I will show Okay. the word. Wait. Okay. Wait. You're saying Muslims are taught in the Quran to marry the daughters, and it's wrong. It's wrong. You're clearly saying it's wrong. Hello. Wait for the evidence on it. Yeah, no Okay, problem. why are you afraid? But Just wait for the video. no problem. You can post what you like. That's My question is, If you're I'm not clearly able, saying I will apologize online. I will send you a copy. You can. no, don't. On your side. You're clearly saying it's wrong. Wait. You're clearly saying it's wrong. Okay. Okay, so You're this clearly, Thursday, bring you're evidence. clearly, wait, Hashim. You're clearly saying it's wrong. Come on down, You're bring evidence. sleeping with, marrying your own daughter is wrong. I agree with you. Wait, yes. Marrying, no problem. That's a separate question. It's a separate question. You're saying marrying one's daughter is wrong. I agree with you. I know why it's wrong. Why is it wrong to you? Why is it wrong to you? Why is it wrong to you? I want to know why is it wrong to you? He's saying he's going to prepare a My video channel is. to answer. That's what he's saying. You are a joke. He want to answer face to face. He'll prepare a video. I want him to answer. You have to make a video. You are a joker. Yes, he is a joker. Clearly, he's a joker. I'm asking a question. Why? We the Muslims know why marrying our daughters is wrong. We know it's haram. It's not allowed in Islam. Why is it wrong to you? I want to know. This answer is not. This answer? Another point. That's not my question. Why is it wrong? This question To you, which to you. we are facing right now is the evidence for what I said and whatever things that he was lying to you all to the Muslims that there's nothing like that in the Quran. I will debunk that online. You can watch the video when I'm back home. No. Okay? You come face to face on Dawah Are you Wise ready this for that? Thursday. And if I'm not able to do that, I will apologize online. I will send you the video. I believe you're all. You can trust me. You can trust me. Okay. I know you won't shake hands. I don't trust I you. know that. I don't trust you. You're a liar. You have no moral values. You are a Zionist apologist. You are a Zionist genocide apologist, right? So I don't. How can I trust you? I wouldn't trust you with a penny. I wouldn't leave a pound with you. I wouldn't leave a pound with you. Hello, this pound. I wouldn't trust him with this pound.
Everyone here. Come back here next week. I will pay for you. Okay. To India. The final, Jazakallah khair, Jazakallah khair. Come back here next week. The Quran says this. I don't know. Wait. Last point. No, but last point. The Quran, to the contrary, ladies and gentlemen, the Quran, to the contrary, says this. What does the Quran say about marrying one's daughters? The Quran says, wait. Surah 4. Surah 4. Listen, just listen to this. Listen to this. Surah 4, verse 23. Verse 23. I want you to hear this verse. We will continue this. No. I want you to hear this verse. I want you to hear this verse. I want to see your deflection tactics. No. I want you to hear this verse. I want you to hear this verse. So I want you. Just one verse. Just one verse. The Quran. Why is he running? Why is he running? Ladies and gentlemen, brothers and sisters, the sun is behind us. Turn around. I think he got his tail between his legs. Why is he running? You know, these people, he is openly, publicly saying, I'm a Zionist, I'm a proud BJP, I'm a proud ex-Muslim, I'm a proud kafir. He's wearing a hat and claiming that Islam somehow, or the Quran specifically, he said, allows or stipulates marrying one's daughter. To the contrary, the Quran says in Surah An-Nisa, chapter 4, verse 23, prohibited to you are your mothers, your daughters, your sisters, your father's sisters, your mother's sisters, your brother's daughters, your sister's daughters, your milk mothers, your foster mothers who nursed you, your sisters through nursing, your foster sisters, your wives, mothers, and your stepdaughters under your guardianship of your wives onto whom you have gone in. But if you have not gone onto them, there is no sin upon you. And also the wives of your sons who are from your own loins, and that you take two sisters simultaneously, except for what has already occurred. Indeed, Allah is ever forgiving and merciful. In the presence of this ayah of the Quran. Okay, thank you so much for reminding me of this. Okay, these liars, they have an audacity to come and claim. And you know what they do? They lie deliberately. They are on an agenda. He said he's been to Israel twice. What is he doing in Israel? What is he doing in Israel? He went to, you see, because Zionists pay people like this to spread hatred against Muslims, specifically in India. So he's lying about Muslims so that Hindus start hating the Muslims more. So they start attacking the Muslims more. So they start targeting the Muslims of India more. So this is why these people are worse than Zionists. Although he's a Zionist, but because he is working for the Zionists to spread hatred in India against Muslims, lying. Today Allah exposed him. So I request from the Indian Muslims, spread this as much as you can. Cut it up and spread it as much as you can, because this guy, he ran away from a discussion today. Thank you so much, Usman. Sorry? Today was his janaza, metaphorically, intellectual janaza. So I've invited him on Dawah Wise this Thursday. Let's see if he comes. He's not going to come. I don't think he's going to come, but if he comes, it's going to be the second janaza. Inshallah. Inshallah. You know, when you look online statistics, the largest Islamophobe, it is these people. Listen.